എല്ലാവർക്കും ജയ് ഭീം, ജയ് മോൾ നിവാസി. നമ്മുടെ പ്രഭാഷണ പരമ്പരയിലെ 13ാമത്തെ എപ്പിസോഡാണ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നത്. നമ്മാചാരി അജിത് വാസു സാറാണ് ലീഡ് ചെയ്യുന്നത്. ഇതിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണ പരമ്പര നയിക്കുന്നതിന് വേണ്ടിയിട്ട് അജിത് വാസു സാറിനെ ക്ഷണിച്ചു. താങ്ക് യു മഹേഷേ. വന്നിരിക്കുന്ന എല്ലാവർക്കും, കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ജയ് ഭീം, നമോ ബുദ്ധായ. ഇന്നത്തെ നമ്മുടെ ധമ്മ പ്രഭാഷണത്തിനകത്ത് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് അഡിക്ഷൻ, അല്ലെങ്കിൽ ആസക്തി എന്ന് മലയാളത്തിൽ പറയുന്ന അഡിക്ഷനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇന്ന് നമ്മൾ എടുക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്ത് എന്ന് പറയുന്നത് നമ്മുടെ പുതുതലമുറ അല്ലെങ്കിൽ വരുന്ന തലമുറ പല കാരണങ്ങൾ കൊണ്ട് പലതിലായി അഡിക്റ്റഡ് ആയി പോവുകയും അവരെ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്രയശേഷി അല്ലെങ്കിൽ അവരെ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ ലോകം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പാളിച്ചകൾ നമുക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ യഥാർത്ഥത്തിലുള്ള ക്രയശേഷി, അവരുടെ കഴിവുകൾ, അവരുടെ ടാലൻസ് ഒക്കെ വികസിപ്പിച്ച് ഒരു പുതിയ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടത് അവരാണ്, അല്ലെങ്കിൽ ഈ ലോകം മുമ്പോട്ടേക്ക് പോകേണ്ടത് അവരിൽ കൂടിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ ഫോക്കസ് അല്ലെങ്കിൽ അവരുടെ മനോനില തന്നെ തകരാറിലാവുകയും സമൂഹം പല രീതിയിൽ മലിനമാവുകയും തെറ്റായ ഒരു വൈബ്രേഷനിൽ കൂടെ സമൂഹം പോവുകയും ചെയ്യുകയാണ്. തെറ്റായ വൈബ് എന്ന് പറയുമ്പോൾ ഒരു സുഖകരമായ അല്ലെങ്കിൽ സമാധാനപരമായ സന്തോഷപൂർണമായ ഒരു സമൂഹമല്ല ഇപ്പോൾ മുമ്പോട്ടേക്ക് വരുന്നത്. അത് നമ്മൾ ദിവസേന നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കൂടിയും മറ്റ് സോഷ്യൽ മീഡിയയിൽ കൂടിയും എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ സ്വഭാവത്തിന്, മൊത്തത്തിലുള്ള സ്വഭാവത്തിന് വളരെയേറെ മാറ്റം വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരിയേറെ അക്രമവാസനകൾ, ഒത്തിരിയേറെ കുറ്റകൃത്യങ്ങൾ, ഒത്തിരിയേറെ ലൈംഗിക പീഡനങ്ങൾ, ക്രൂരമായ കൊലപാതകങ്ങൾ, നിത്യേന എന്തോണം നമ്മൾ ഒരാളോട് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, സംസാരിച്ച് പോയാൽ തന്നെ അത് അക്രമത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം, ഗുണത്തിനും ദോഷത്തിനും നമ്മൾ ആരോടും നമുക്കൊന്ന് മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ സമൂഹം വല്ലാത്ത ഒരു നെഗറ്റീവ് വൈബ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നിത്യേന കാണുന്നുണ്ട്. നമ്മൾ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ കൊണ്ട് തീരുന്നതല്ലത്. നമ്മൾ ചുറ്റും നോക്കിയാൽ, നമ്മളൊരു പത്രം എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് മാത്രമേ കാണാനുള്ളൂ. അത് കുട്ടികളുടെ ലോകത്ത്, കുറച്ചുകൂടെ മുതിർന്നവരുടെ ലോകത്ത്, ഭാര്യ ഭർത്താക്കന്മാരുടെ ലോകത്ത്, എല്ലാ സ്ഥലത്തും നമ്മൾ ഈ പറയുന്ന ഒരു ധാർമ്മികതയും ഇല്ലാത്ത, ഒരു മനസ്സിന് നിയന്ത്രണമില്ലാത്ത ഒരു സമൂഹത്തെ നമ്മൾ കാണുന്നത്. നമ്മൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ. മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു, പിന്നെ കാമുകി കാമുകന്മാർ പരസ്പരം കൊല്ലുന്നു, പിന്നെ അതുപോലുള്ള അക്രമവാസനകൾ അടങ്ങുന്ന സിനിമകൾ കൂടുതലായിട്ട് മനുഷ്യർ കണ്ട് ഒരു തരത്തിലുള്ള അവർക്ക് യാതൊരു അറപ്പും വെറുപ്പും ഇല്ലാത്ത രീതിയിൽ അത് നോർമലൈസ് ചെയ്യപ്പെടുന്നു. ഒരു കൊലപാതകങ്ങൾ, പണ്ടൊക്കെ നമ്മുടെ ഒരു ചെറുപ്പത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിലൊരു ചെറിയൊരു അടിപിടി ഉണ്ടായാൽ പോലും അതൊരു വലിയ വാർത്തയാകുമായിരുന്നു. ഇപ്പൊ കുത്തി കൊലപാതകങ്ങൾ, വളരെ ക്രൂരമായ നിഷ്ഠൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ മനുഷ്യർ കണ്ട് ആസ്വദിക്കുന്ന ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തന്നെ നമ്മൾ കണ്ടു ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകനോട് സംസാരിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ മക്കൾ സംസാരിക്കുന്ന രീതികൾ, പോലീസുകാരോട് സംസാരിക്കുന്ന രീതികൾ, അതുപോലെ തന്നെ ഈ കൊട്ടേഷൻ, ലഹരി, പിന്നെ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നിത്യമായ ഒരു പ്രത്യേകത ഇല്ലാത്തൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആൾക്കാരെ അങ്ങ് കൊല്ലുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് മനുഷ്യന് സ്വന്തം മനസ്സിനെ പോലും നിയന്ത്രണമില്ലാത്ത രീതിയിലേക്ക് പിടിവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വളർന്നു വരുന്ന കുഞ്ഞു കുട്ടികൾ തന്നെ മയക്കുമരുന്നിന് അടിമപ്പെടുന്നു. അവരുടെ യഥാർത്ഥ മനോനില തകരാറിലാവുന്നു. അച്ഛനമ്മമാർക്ക് പോലും അവരുടെ മക്കള് രാവിലെ പോയാൽ വൈകിട്ട് ഏത് രീതിയിൽ തിരിച്ചു വരുമെന്ന് അറിയാൻ പറ്റുന്നില്ല. തിരിച്ചു വരുമോ എന്ന് തന്നെ ഉറപ്പില്ല. അത്തരം രീതികളിൽ നമ്മളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചൊവ്വയിലേക്ക് നമ്മൾ കാലൂന്നാൻ ശ്രമിക്കുന്നു. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് പുതിയ മനുഷ്യരെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഒക്കെ ചെയ്യുമ്പോൾ പോലും മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഒരു പിടിവിട്ട പോക്കാണ്. അവിടെ മാത്രം ഒരു കറക്ഷനോ ഒരു 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 പുരോഗതിയോ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. എന്നാൽ അതേസമയം തന്നെ മതങ്ങൾക്കും ദൈവങ്ങൾക്കും യാതൊരു പഞ്ഞവുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ മുക്കിനും ഓരോ കോർണറിൽ പോലും പുതിയ പുതിയ ആരാധനാലയങ്ങൾ ഉയരുകയും ഓരോ പുതിയ പുതിയ ദൈവങ്ങളും ഓരോ പുതിയ പുതിയ ആൾദൈവങ്ങളും ഓരോ പുതിയ പുതിയ വിശ്വാസങ്ങളും പുതിയ ആരാധനകളും പുതിയ പുതിയ ആചാരങ്ങളും ഒക്കെ ഉടലെടുക്കുന്ന അത് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ പുതിയ പുതിയ ദൈവങ്ങളാക്കിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും ഈ പറയുന്ന മനുഷ്യന്റെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിന് ഒരു ധാർമ്മികത കൊടുക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ പറയുന്ന ഒരു കാര്യങ്ങൾക്കും പറ്റുന്നില്ല. അല്ലെങ്കിൽ മനുഷ്യൻ എല്ലാ രീതിയിലും മുന്നേറുന്നു നമ്മൾ കരുതുമ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ മനസ്സ് പിന്നോക്കം പോവുകയാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എന്തുണ്ടാക്കിയാലും ഒരു തലമുറ പൂർണ്ണമായിട്ട് വഴിതെറ്റി പോവുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ പുരോഗതികൾക്കും യാതൊരു അർത്ഥവുമില്ലാതെ ഒരു അടിസ്ഥാനമില്ലാതെ ആയി പോകും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് മാതാപിതാക്കളായിട്ടുള്ളവർക്കും അധ്യാപകരായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും നമുക്കത് മനസ്സിലാവും. നമ്മൾ ഈ കഴിഞ്ഞ ഒരു 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 ഇടയിൽ ഒരു സംഭവം ഉണ്ടായത് ഒരു 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 ഭാര്യ ഭർത്താക്കന്മാർ ഒരു കാറിൽ സഞ്ചരിക്കുകയാണ്. ആ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവരെ പാസ് ചെയ്ത് ഒരു ബൈക്ക് മുമ്പോട്ടേക്ക് പോയി. ആ ബൈക്ക് മുമ്പോട്ടേക്ക് പോയപ്പോൾ ബൈക്കിന്റെ സ്റ്റാൻഡ്, രണ്ടുപേരാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ബൈക്ക് അവരെ പാസ് ചെയ്ത് പോയപ്പോൾ ആ ബൈക്കിന്റെ സ്റ്റാൻഡ് പൊക്കി വെച്ചിട്ടില്ല എന്ന് ഒരാൾ ഈ കാറിനകത്തിരുന്ന ആളൊന്ന് കാണിച്ചു. അത് കാണിച്ചു കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ബൈക്കുകാർ രണ്ടുപേര് പിള്ളേരായിരുന്നു. അവര് ഫ്രണ്ടിലോട്ട് ചവിട്ടി അങ്ങ് നിർത്തിയിട്ട് കാറിന് വട്ടം നിർത്തിയിട്ട് ഈ കാറിനകത്തുള്ള ആൾക്കാരെ ഇറങ്ങി വന്ന് അവരെ വെട്ടുക ചെയ്തത്. അപ്പൊ അവർ കരുതിയത് അവരെ ഏതോ രീതിയിൽ കളിയാക്കുകയാണെന്നാണ് അവർ കരുതിയത്. പക്ഷെ ബൈക്കിന്റെ സ്റ്റാൻഡ് പൊങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവർ പറയാൻ ശ്രമിച്ചത്. പക്ഷേ അവർക്ക് തിരിച്ച് വെട്ട് കിട്ടുകയാണ് ചെയ്തത്. അതായത് ഒന്നും നമുക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആരോടെങ്കിലും ഇപ്പോൾ ഒരു ക്യൂ തെറ്റിച്ച് നമ്മുടെ കൂടെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എന്തിനാണ് ക്യൂ തെറ്റിച്ചതെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരുമായിട്ട് നമ്മൾ ഇടപെടാൻ പോലും പേടിച്ച് നമ്മൾ മിക്കവാറും എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഒരു കൂട്ടിലേക്ക് നമ്മൾ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയാണ്. മാതാപിതാക്കൾ കുട്ടികളോട് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അധ്യാപകർക്ക് കുട്ടികളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത്രയും വളരെ ഗ്രേവ് ആയിട്ടുള്ള ഒരു സീരിയസ് സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന മതങ്ങൾക്കോ ദൈവങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരെല്ലാം നിസ്സഹായരായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം കുഞ്ഞു കുട്ടികളിൽ വരെ ലഹരി ഉപയോഗം വളരെ വളരെ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും മതപഠനമുണ്ട്, ദൈവവിശ്വാസത്തിന് ഒരു കുറവുമില്ല. എല്ലാ വർഷങ്ങളിലും ദൈവവിശ്വാസികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് എല്ലാ മതങ്ങളിലും. പക്ഷെ ഇതിന് ഒരു മാറ്റവും വരുന്നില്ല. അപ്പൊ എവിടെയാണ് പ്രശ്നം, എവിടെയാണ് ഇതിന്റെ പിഴവ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരിയേറെ സൊല്യൂഷൻസ് പലരും യൂട്യൂബിലും മറ്റിടത്തും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഡി അഡിക്ഷൻ സെന്ററുകൾ ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സിറ്റുവേഷന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ എടുത്തത്. ധമ്മത്തില് ഇതിന് കൃത്യമായ ഒരു പരിഹാരമുണ്ട് എന്ന് മാത്രമല്ല, ധമ്മം ബുദ്ധൻ ഉപദേശിച്ച് തന്നത് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. കാര്യം ഇതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന മറ്റൊരു ദർശനവും ലോകത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനൊരു ഒറ്റമൂലി
ബുദ്ധനാണ് തന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവരെല്ലാവരും നിസ്സഹാരായി അസ്തപ്രജ്ഞരായി നോക്കി നിൽക്കുമ്പോൾ നമുക്ക് കൃത്യമായ പരിഹാരം ഇതിനുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഈ സബ്ജക്റ്റിന്റെ പ്രസക്തി, അല്ലെങ്കിൽ ഈ ദർശനത്തിന്റെ പ്രസക്തി. അപ്പൊ ഇതിനെ നമ്മളൊന്ന് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇതെങ്ങനെയാണ് അഡിക്ഷൻ അല്ലെങ്കിൽ ആസക്തി ഒരാളിൽ രൂപപ്പെടുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു ഒരു 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 പ്രോസസ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അസ്വസ്ഥത അല്ലെങ്കിൽ ദുഃഖമുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇതാണ് നമ്മളുടെ ഈ ദർശനത്തിന്റെ ഒരു അടിസ്ഥാനം തന്നെ. അരിയ സത്യങ്ങളുടെ ആദ്യം തന്നെ പറയുന്നത് ദുഃഖമുണ്ടെങ്കിൽ ദുഃഖത്തിന് കാരണമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ കൃത്യമായ കാരണത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ പോകുന്ന പോലെ, ഒരു സയന്റിസ്റ്റ് പോകുന്ന പോലെ തന്നെയാണ് ബുദ്ധൻ ഈ പ്രശ്നത്തെ സമീപിച്ചിട്ടുള്ളത്. ഇത് ബേസിക്കലി അടിസ്ഥാനപരമായി എന്താണ്? മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് അയാൾ അറ്റാച്ച്ഡ് ആവുക, അല്ലെങ്കിൽ മെന്റലി ഒരു ഹാബിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പൊ അതിന് സ്ഥിരമായി മനസ്സിന്റെ ഒരു പ്രക്രിയ, അല്ലെങ്കിൽ മനസ്സിന്റെ ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പാറ്റേൺ, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒന്നിക്ക് കാണിച്ചിട്ടുള്ളതാണ്, ഒരു ക്ലാസ്സിൽ കാണിച്ചിട്ടുള്ളതാണ് ഒരു ഫ്ലോ ചാർട്ട്, ഒരു ചാർട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനെ ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിന്റെ അകത്ത് ഒരു ഹാബിറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന് 2-3-4 ഘട്ടങ്ങൾ. ഒന്ന്, എന്തിനോടെങ്കിലും നമുക്ക് ഇഷ്ടമോ അനിഷ്ടമോ തോന്നുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യത്തേത്. അതായത് ഇഷ്ടമോ അനിഷ്ടമോ തോന്നുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യ ഘട്ടം. അത് ഇഷ്ടമോ അനിഷ്ടമോ തോന്നിയതിന് ശേഷമാണ് ആ ഒരു ഇഷ്ടവുമായിട്ടോ അല്ലെങ്കിൽ അനിഷ്ടവുമായിട്ടോ മനസ്സിനൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത്. ആ അറ്റാച്ച്മെന്റ് ഉണ്ടായതിനു ശേഷമുള്ള മൂന്നാമത്തെ ഘട്ടമാണ് അതൊരു ഹാബിറ്റായി ഫോം ചെയ്യുക എന്ന് പറയുന്നത്. ആ ഹാബിറ്റായി ഫോം ചെയ്തതിന് ശേഷമാണ് അഡിക്ഷൻ ആയിട്ടാണോ ആ ഹാബിറ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അല്ലാത്ത ഒരു സാധാരണഗതിയിലുള്ള ഒരു ഹാബിറ്റ് മാത്രമാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ 4 ഘട്ടങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം എന്തിനൊന്നിനോടോ ഇഷ്ടമോ അനിഷ്ടമോ തോന്നുക. ആ ഇഷ്ടമോ അനിഷ്ടമോ തോന്നിക്കഴിയുമ്പോഴാണ് നമുക്ക് അതുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത്. മനസ്സുകൊണ്ട് അതിനോട് അറ്റാച്ച്ഡ് ആവുന്നു. ആ അറ്റാച്ച്മെന്റിന് ശേഷമാണ് അതൊരു മെന്റൽ ഹാബിറ്റായി ഫോം ചെയ്യുന്നത്. ആ ഹാബിറ്റാണ്, അതിൽ ചില ഹാബിറ്റുകളാണ് അഡിക്ഷൻസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി ആദ്യം തന്നെ നമ്മൾ ഈ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഇഷ്ടമോ അനിഷ്ടമോ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഈ പുറം ലോകവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ 5 സെൻസ് ഓർഗൻസുമായിട്ടാണ്. ഞാൻ അതിനകത്ത് ഈ ചാർട്ടിന്റെ ഏറ്റവും ഇടത്തെ അറ്റത്ത് കാണിച്ചിരിക്കുന്നത് ഈ 5 സെൻസ് ഓർഗൻസിനെയും പിന്നെ ചിന്തയെയുമാണ്. അപ്പൊ ഈ 6 കാര്യങ്ങൾ കൊണ്ട്, അത് ചിന്തയെ കൂടെ നമ്മൾ ഒരു സെൻസ് ഓർഗനായിട്ട് നമ്മൾ അങ്ങ് കണക്കാക്കുക. കാരണം ഈ 5 സെൻസ് ഓർഗൻസ് കൊണ്ട് നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളെ ചിന്ത കൊണ്ട് നമുക്ക് കൃത്രിമമായിട്ട് മനസ്സിൽ സങ്കല്പിച്ചെടുക്കാൻ പറ്റും, ഭാവന ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ 6 എണ്ണത്തിനെ നമ്മൾ നമ്മുടെ 6 സെൻസ് ഓർഗൻസ് ആയിട്ട് അല്ലെങ്കിൽ സെൻസേഷൻസ് ആയിട്ട് നമ്മൾ കാണുക. ഇതിലൂടെയാണ് നമ്മളിലേക്ക് ഒരു കാര്യം ഉള്ളിലേക്ക് വരുന്നത്. അത് നമ്മൾ ആദ്യം അറിയുക എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മുടെ ചെവിയിലാണെങ്കിൽ ഒരു ശബ്ദം വന്നടിച്ചു, അപ്പൊ ശബ്ദം വന്നടിച്ചു, ചെവി ആക്റ്റീവായി, യെസ് ദർ ഈസ് എ സൗണ്ട്. അത് നമ്മൾ അറിയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ജസ്റ്റ് അറിയുക, അത് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല, അറിയുക. അതുപോലെ നമ്മൾ കണ്ണിലാണെങ്കിൽ ഒരു ദൃശ്യം എന്തെങ്കിലും ഒന്ന് കാഴ്ചയിൽ വന്ന് പെടുക, അത് കണ്ടു, എന്തോ ഒന്ന് കാഴ്ചയിൽ കണ്ണിൽ വന്നു. കണ്ണെന്ന് പറയുന്ന സെൻസർ ഡോറിന്റെ അകത്ത് എന്തോ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തോ കിട്ടി. അപ്പൊ അത് ജസ്റ്റ് അതിലേക്ക് നമ്മുടെ ബോധം എത്തി. ഓക്കെ, കണ്ടു. അല്ലെങ്കിൽ നമ്മൾ സ്മെല്ല് ചെയ്തു, അപ്പോൾ നമ്മളുടെ മൂക്കിലേക്ക് ഒരു മണം വന്നു, അത് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നാക്കിലേക്ക് ഒരു രുചി വന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ എന്തെങ്കിലും, നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് സ്പർശിച്ചു. അത് ഏതെങ്കിലും രീതിയിലുള്ള സ്പർശനമാവാം, ചിലപ്പോൾ ഒരു വലിയ അടിയാവാം, ഒരു മുള്ളു കൊള്ളലാകാം, അല്ലെങ്കിൽ നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു തഴുകലാകാം, തലോടലാവാം, എന്തുമാവാം.
ഇതുപോലെ തന്നെ നമുക്ക് ആറാമത്തേതാണ് നമ്മുടെ ഈ ചിന്തയിലൂടെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടത്, കേട്ടത്, അറിഞ്ഞത്, മണത്തത്, ടേസ്റ്റ് ചെയ്തത് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചിന്തയിലൂടെ നമുക്ക് വേണമെങ്കിൽ സങ്കല്പിച്ചെടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം അറിയുക എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. അതാണ് നമ്മൾ അതിനെപ്പറ്റി ബോധവാനാവുക, അവെയർ ആവുക എന്ന് പറയുന്ന അവസ്ഥ. നമ്മൾ അതിനെപ്പറ്റി അവെയർ ആവുക, അതിനെപ്പറ്റി ബോധവാനാവുക. ആ പ്രത്യേകമായ ഒരു സെൻസിനനുസരിച്ച് നമ്മൾ ബോധവാനാവുക. പിന്നെയാണ് നമ്മുടെ മനസ്സിന്റെ രണ്ടാമത്തെ ഘട്ടം ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടത്തെ ആക്റ്റീവ് ആക്കുന്നത്. അതായത് ഒന്ന് മറ്റൊന്നിന്റെ കാരണമാവുകയാണ്. രണ്ടാമത്തെ ഘട്ടം എന്താണ്? ഞാൻ ഈ കണ്ടത് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞത് എന്താണ് എന്ന് വിലയിരുത്തുകയാണ്. അതിനെ നമ്മൾ വിവേചിച്ചറിയുകയാണ്. അത് നമ്മളുടെ മുമ്പിൽ നേരത്തെ പണ്ടുണ്ടായിരുന്ന പാസ്റ്റ് നോളജ് വെച്ച്, പഴയ അറിവുകൾ വെച്ച്, നമ്മളുടെ ഓർമ്മകൾ വെച്ചാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. ഇതെന്താണ്, ഏത് മണമാണ്, അല്ലെങ്കിൽ ഏത് ശബ്ദമാണ്, എന്ത് ശബ്ദമാണ്, എന്ത് തരം ടേസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് തരം സ്മെല്ലാണ്, അല്ലെങ്കിൽ എന്ത് തരം സ്പർശനമാണ്, അല്ലെങ്കിൽ എന്ത് ചിന്തയാണ് എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. ആ വിലയിരുത്തല് അനുസരിച്ചാണ്, അതായത് ചിലപ്പോൾ നമ്മൾ വിലയിരുത്തുന്നത് ഇത് തെറ്റായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് ഹാനികരമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അല്ല ഇതെനിക്ക് നല്ല ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരാൾ നല്ല കാര്യമാണ് എന്നെ പറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ ഒരാൾ എന്നെ പറ്റി ചീത്തയാണ് വിളിച്ചത്, അല്ലെങ്കിൽ ഇതൊരു നല്ല കാഴ്ചയാണ്, അല്ലെങ്കിൽ ഇതൊരു ചീത്ത കാഴ്ചയാണ്, ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് വിലയിരുത്തുന്നത് നമ്മുടെ ഈ രണ്ടാമത്തെ ഘട്ടം, മനസ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. അതാണ് വിവേചന മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ പെർസെപ്ഷൻ, നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ പെർസീവ് ചെയ്യുന്നു, എങ്ങനെ വിലയിരുത്തുന്നു എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടമാണ് അവിടെ ആക്റ്റീവ് ആകുന്നത്. ഈ രണ്ടാമത്തെ ഘട്ടത്തിന് ശേഷമാണ് മൂന്നാമത്തെ ഘട്ടം വരുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ വിവേചിച്ചറിയുന്ന ഉടനെ തന്നെ നമ്മുടെ ശരീരത്ത് ഒരു അനുഭൂതി ഉണ്ടാവുകയാണ്, ഒരു സെൻസേഷൻ ഉണ്ടാവുകയാണ്. ഈ സെൻസേഷൻ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലാണ് ഉണ്ടാവുന്നത്. പല രീതിയിലാണ് ഈ സെൻസേഷൻ ഉണ്ടാവുന്നത്, അനുഭൂതികൾ ഉണ്ടാവുന്നത്. അപ്പം അത് നല്ലതാണെന്ന് നമ്മൾ ഒരു കാര്യത്തെ വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സുഖകരമായ ഒരു അനുഭൂതി ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതെനിക്ക് ചീത്തയാണ്, എനിക്കിത് ദോഷമാണ്, എനിക്കിത് ഹാനികരമാണ് എന്ന് നമ്മുടെ മനസ്സ് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് അസുഖകരമായ ഒരു സെൻസേഷനാണ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. അത് നമ്മൾ ഒരു വൈബ്രേഷൻ ആയിട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ആറ്റങ്ങളിനകത്ത് ഉണ്ടാവുന്ന എനർജി ചേഞ്ച് ആയിട്ടോ, വൈബ്രേഷൻ ആയിട്ടോ, അല്ലെങ്കിൽ ബയോ കെമിക്കൽ റിയാക്ഷൻ ആയിട്ടോ ഒക്കെ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ബയോളജിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ബയോ കെമിക്കലായിട്ട് റിയാക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കെമിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കെമിക്കൽ ചേഞ്ചസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഫിസിക്സുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഓരോ ആറ്റത്തിനകത്തും വരുന്ന വൈബ്രേഷണൽ ചേഞ്ചസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ ശരീരത്ത് സെൻസേഷൻ ഉണ്ടാവുകയാണ്, അനുഭൂതി ഉണ്ടാവുകയാണ്. ഈ അനുഭൂതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോന്നിനോടും ഇഷ്ടമോ അനിഷ്ടമോ നമ്മൾ കാണിക്കുന്നത്. അതായത് നമുക്ക് എന്താണോ ഒരു സുഖകരമായ അനുഭൂതി ഉണ്ടാക്കാൻ കാരണമായത്, അതിനോട് എനിക്ക് ഇഷ്ടം. എന്താണോ എനിക്ക് അസുഖകരമായ ഒരു അനുഭൂതി ഉണ്ടാക്കിയത്, എൻ്റെ ശരീരത്തിൽ ഒരു സെൻസേഷൻ ഉണ്ടാക്കിയത്, അതിനോട് എനിക്ക് ഇഷ്ടക്കേട്, വെറുപ്പ്, അല്ലെങ്കിൽ അനിഷ്ടം. ഒരു ഉദാഹരണത്തിന് നമുക്കൊരു മൂക്കിലേക്ക് ഒരു സ്മെല്ല് വന്നു. അതൊരു ഒരു പൂവിന്റെ അല്ലെങ്കിൽ ഒരു സുഗന്ധമാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് നല്ലതാണ് എന്ന് നമ്മുടെ മനസ്സ് പെട്ടെന്ന് വിലയിരുത്തുന്നു. ഉടനെ നമ്മുടെ ശരീരത്തിൽ സുഖകരമായ അനുഭൂതി ഉണ്ടാവുന്നു. നമുക്ക് ആ സുഗന്ധം തന്നത് എന്താണോ അതിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവും. അതേസമയം ഒരു ഫൗൾ സ്മെല്ല്, വല്ലാത്തൊരു ദുർഗന്ധമാണ് ഉണ്ടായതെങ്കിൽ അത് നമ്മുടെ ശരീരത്ത് ഒരു വളരെ അസുഖകരമായ ഒരു അനുഭൂതി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനോട് അറപ്പോ വെറുപ്പോ ഉണ്ടാവും. അതുപോലെ തന്നെ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ കണ്ട ഒരു സാധനം അതൊരു വൃത്തികെട്ട ഒരു സാധനമാണ്, അല്ലെങ്കിൽ അറപ്പുളവാക്കുന്ന, അല്ലെങ്കിൽ ഭയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഭയത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ അസുഖകരമായ ഒരു അനുഭൂതിയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളോട് നമുക്ക് ഇഷ്ടക്കേടുണ്ടാവും. അതേസമയം നമ്മൾ കണ്ടത് നല്ല സുഖകരമായ, സന്തോഷം തരുന്ന, ഹാപ്പി ആവുന്ന ഒരു കാഴ്ചയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ഇഷ്ടം തോന്നുന്നു. പക്ഷേ നമ്മുടെ ശരീരത്ത് ഇങ്ങനൊരു അനുഭൂതി ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ശരിക്കും കാണുന്നത് ഈ രണ്ടാമത്തെയും നാലാമത്തെയും ഘട്ടങ്ങൾ തമ്മിൽ നേരിട്ടൊരു കണക്ഷനായിട്ടാണ് നമ്മൾ സാധാരണഗതി കാണാറുള്ളത്. അതായത് എനിക്കിത് കണ്ടു, അതിനോട് എനിക്കിഷ്ടം. ഞാൻ ഇത് കണ്ടു, എനിക്കിതിനോട് അനിഷ്ടം. ഞാൻ ഇത് കേട്ടു, എനിക്കിതിനോട് ഇഷ്ടം. ഞാൻ ഇത് കേട്ടു, എനിക്ക് അതിനോട് അനിഷ്ടം.
ഞാൻ ഇത് ശ്വസിച്ചു, അല്ലെങ്കിൽ ഈ സ്മെല്ല് കിട്ടി, ഇതിനോട് എനിക്കിഷ്ടം. അപ്പം നമ്മൾ ഒരിക്കലും ആ ഇടയ്ക്കത്തെ ഒരു ഘട്ടത്തെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അനുഭൂതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സെൻസേഷൻ, അല്ലെങ്കിൽ ഫീലിംഗ്, അല്ലെങ്കിൽ വൈബ്രേഷൻ, അതിനെ നമ്മൾ ഒരിക്കലും കണക്കിലെടുക്കാറില്ല. നമ്മൾ ശരിക്കും നമുക്ക് കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന വസ്തുക്കളോട് നമ്മൾ നേരിട്ട് നമ്മൾ ഇഷ്ടമോ അനിഷ്ടമോ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ കരുതുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ വസ്തുക്കളുമായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ട്, ആ സ്ഥലങ്ങളുമായിട്ട്, ആ സന്ദർഭങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ അതിനിടയാക്കി എന്താണോ ആ കോസ്, ആ സാധനത്തിനുമായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതുമായിട്ടാണ് നമ്മൾ ഈ കണക്ഷൻ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ഘട്ടമുണ്ട്, നമ്മുടെ ശരീരത്തുണ്ടാക്കുന്ന അനുഭൂതികളെ അനുസരിച്ചാണ് നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും ഉണ്ടാകുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ബുദ്ധൻ എങ്ങനെയാണ് മനസ്സിലായത്? ഇത് അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസിലേക്ക് അദ്ദേഹം ഇറങ്ങുമ്പോഴാണ്. അതായത് ധ്യാനാവസ്ഥയിൽ നമ്മുടെ മനസ്സിന്റെ, കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം ഒതുക്കി കഴിയുമ്പോഴാണ് സബ് കോൺഷ്യസിലേക്ക് നമ്മുടെ മനസ്സിന് ഇറങ്ങാൻ പറ്റുന്നത്. ആ സമയത്താണ് നമ്മുടെ ശരീരത്തിലുള്ള അനുഭൂതികൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ശരീരത്തുണ്ടാവുന്ന അനുഭൂതികളുമായിട്ടാണ്. കാരണം കോൺഷ്യസ് മൈൻഡിനാണ് ഈ പുറത്തുള്ള കാര്യങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഉള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡ് പുറത്തുള്ളതായിട്ട് കണക്ട് ചെയ്യുന്നില്ല, അതിനുമായിട്ട് ബന്ധമില്ല. സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ശരീരത്തുണ്ടാകുന്ന അനുഭൂതികളുമായിട്ടാണ്. ഇഷ്ടവും അനിഷ്ടവും. കാര്യം എങ്ങനെയാണ് ഒരു കാര്യം നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങുന്നത്, അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് ഷെയറിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സബ് കോൺഷ്യസിലേക്ക് നമ്മളുടെ ഓരോ കാര്യങ്ങളും ഇറങ്ങുന്നത് എന്ന് നമ്മൾ അറിയണം. നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മൾ ടൈപ്പിംഗ് പഠിക്കുകയാണ്. നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ടാണ് അത് പഠിക്കുന്നത്. അതായത് ഓരോ കീയിൽ നമ്മുടെ വിരൽ എവിടെ എത്തണം എന്നുള്ളത് നമ്മൾ കോൺഷ്യസ് ആയിട്ടാണ് പഠിക്കുന്നത്. കുറച്ചാൾ കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ അകത്ത്, നമ്മുടെ ന്യൂറോൺസിന്റെ അകത്ത് അതിനൊരു സ്ഥിരമായ ഒരു പാത്ത്, ഓക്കെ, ഈ ഫിംഗർ ഇന്ന കീയിലാണ് വരേണ്ടത് എന്ന് നമ്മളങ്ങ് പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ബ്രെയിനിന്റെ അകത്ത് ഒരു സ്ഥിരമായ ഒരു കണക്ഷൻ, ഒരു ന്യൂറോൺ പാത്ത് സെറ്റ് ചെയ്യും. അങ്ങനെയാണ് അത് നമ്മൾ പിന്നെ അറിയണ്ട, പിന്നെ നമ്മൾ ഓർക്കണ്ട, പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കോൺഷ്യസ് ആയില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഡ്രൈവിംഗ് പഠിക്കാൻ കയറുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും, ഓരോ സ്റ്റെപ്പും നമ്മൾ കോൺഷ്യസ് ആയിട്ടാണ് പഠിക്കുന്നത്. കോൺഷ്യസ് ആയിട്ട് പഠിക്കുന്ന ആദ്യം നമ്മൾ കയറുന്നു, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു, പതുക്കെ നമ്മൾ ബ്രേക്കിൽ കാലമർത്തുന്നു, നമ്മളുടെ സ്വിച്ച് ഓൺ ആക്കുന്നു, നമ്മൾ പതുക്കെ ഗിയർ മാറ്റുന്നു, അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ക്ലച്ചിൽ നമ്മൾ കാലെടുക്കുന്നു, പതുക്കെ വണ്ടി മുമ്പോട്ടേക്ക് പോകുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഏത് കാര്യം, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നതായാലും, അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും ആദ്യം തുടങ്ങുന്നത് കോൺഷ്യസ് ആയിട്ടാണ്. കോൺഷ്യസ് ആയിട്ട് തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് അത് അറിയാതെ തന്നെ ന്യൂറോൺ പാത്ത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് അത് പോവുകയാണ്. അത് ശീലമായി മാറിക്കഴിയുമ്പോൾ സബ് കോൺഷ്യസിലേക്ക് പോവുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് അറിയാതെ പോകും. നമ്മൾ പിന്നെ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ആലോചിച്ച് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതെയോ ഇരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഓരോന്നിനോട് കാണുമ്പോൾ തന്നെ ഇതെനിക്ക് ഇഷ്ടമാണ്, ഇതെനിക്ക് അനിഷ്ടമാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അതുമായിട്ട് അറ്റാച്ച്മെന്റ് ആയി കഴിയുകയാണ്. അപ്പോൾ ഇത് എത്ര തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, ആ റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ആദ്യത്തെ ഉണ്ടാവുന്ന ഇഷ്ടത്തിൽ അനിഷ്ടത്തിൽ നിന്ന് അടുത്ത രണ്ടാമത്തെ ഘട്ടമായ അറ്റാച്ച്മെന്റിലേക്ക് മാറുന്നത്. പെർമനന്റ് ആയിട്ട് അതുമായിട്ട് നമ്മൾ ഒരു അറ്റാച്ച്മെന്റ് ഫോം ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുൽമേട്ടിലൂടെ നമ്മൾ കുറച്ച് ദിവസം നമ്മൾ ഒരേ സ്ഥലത്തേക്ക് ഒരേപോലെ തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സ്ഥിരമായി നടന്നു കഴിയുമ്പോൾ അവിടുത്തെ ആ പുല്ല് മാറിയിട്ട് ചെറിയൊരു നടപ്പാത അവിടെ ഫോം ചെയ്യും, തനിയെ ഉണ്ടാവും. അതായത് ബ്രെയിനിനകത്തുള്ള ഒരു ന്യൂറോൺ കണക്ഷൻ അങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഒരു പാത്ത്. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഹാബിറ്റായി, സ്കില്ലായി വരും എന്ന് പറയുന്നത്. നമ്മളിപ്പം പാട്ടൊക്കെ പഠിക്കുന്നവരോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും.
എന്ന് പറയുന്നത്. വയലിൻ പഠിക്കുമ്പോഴോ കീബോർഡ് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പാട്ട് പഠിക്കുമ്പോഴോ ഒക്കെ നമ്മളിപ്പോൾ സ്വരങ്ങൾ പഠിക്കുമ്പോൾ സ്വരസ്ഥാനങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിനകത്ത് സാ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, മാ എവിടെയാണ്, പാ എവിടെയാണ്, ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മൾ എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുക, സാധകം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതുപോലെ നമ്മൾ പഠിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തോർത്ത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരും. ആ സമയം നമ്മൾ തലേ ദിവസമാണ് ഇതെല്ലാം ചെന്ന് പഠിക്കുന്നതെങ്കിൽ നമുക്ക് അത് റിപ്പീറ്റേഷൻ നമ്മൾ അധികം റിപ്പീറ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം ഓർമ്മ കിട്ടത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ ദിവസം തന്നെ നമ്മൾ ഒന്ന് പഠിക്കണം, അതിനുശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യണം, പിന്നെ അതിനെ നമ്മൾ തന്നെത്താൻ ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കണം, പരീക്ഷയുടെ തലേദിവസം എടുത്ത് റിപ്പീറ്റ് ചെയ്ത് നോക്കണം, എഴുതി നോക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് നമ്മൾ ചെയ്ത് ന്യൂറോൺസിനകത്ത് സ്ഥിരമായ പാത്ത് സെറ്റ് ചെയ്യുക നമ്മൾ ചെയ്യുന്നത്. അതായത് അത് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് നമ്മുടെ ഭാഗമാകും മാറുക ചെയ്യുന്നത്. അതുപോലെ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു പാട്ട് നമ്മൾ ആദ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് അതിന്റെ ട്യൂൺ ഇറങ്ങത്തില്ല. നമ്മൾ കുറെ ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ പാട്ട് സ്ഥിരമായിട്ട് കേട്ട് നമ്മുടെ പാട്ട് നമ്മുടെ ഭാഗമായി മാറണം. അതിന്റെ അർത്ഥം എന്താണ്? അത് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നുമായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹാബിറ്റായി മാറും, നമ്മുടെ അറ്റാച്ച്മെന്റ് ആയി മാറും. ആ അറ്റാച്ച്മെന്റുകൾ നമ്മൾ സ്ഥിരമായി വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ മെന്റൽ ഹാബിറ്റായി മാറും. നമ്മളപ്പോൾ ഒരു കാര്യത്തിനോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഹാബിറ്റായി മാറുകയാണ്. അത് ഞാൻ ഇഷ്ടത്തോടെ, അതിനോട് എനിക്ക് ഇഷ്ടം, ഇതിനോട് എനിക്ക് അനിഷ്ടം, ഇത് നമ്മുടെ പ്രതികരണം. എങ്ങനെയാണ് പ്രതികരണം ഫോം ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അനുഭൂതിയെ ആശ്രയിച്ചാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബുദ്ധന്റെ കണ്ടുപിടുത്തങ്ങളിലെ ഏറ്റവും പ്രധാനമായ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നതും മറ്റുള്ള ദാർശനികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഫോം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അനുഭൂതിയെ ആശ്രയിച്ചാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തിനോടോ ഇഷ്ടം തോന്നണമെങ്കിലോ അനിഷ്ടം തോന്നണമെന്നുണ്ടെങ്കിലോ നമ്മുടെ ശരീരത്ത് അത് എന്ത് അനുഭൂതിയാണ് തരുന്നത് എന്നതിനെ ആശ്രയിച്ചാണ്. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റ് പല ദാർശനികർക്കും കിട്ടാതെ പോയ ഒരു പോയിന്റ് ഇതാണ്. ഇത് ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് കിട്ടി? അദ്ദേഹം സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രോസസ്സ് അദ്ദേഹം ചെയ്തു. സ്വയം അവനവന്റെ സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങുന്ന പ്രോസസ്സ് ചെയ്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഗുട്ടൻസ് പിടുത്തം കിട്ടിയത്. മറ്റുള്ളവരൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും യഥാർത്ഥത്തിൽ എന്താണ് ഫിസിക്കലി സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ല. ബുദ്ധൻ അത് മനസ്സിലായത് എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം മെഡിറ്റേറ്റീവ് കണ്ടീഷനിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ മനസ്സിനെ കോൺഷ്യസ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഒതുക്കുകയും തനിയെ ശരീരത്തുള്ള സെൻസേഷനിലെ അനുഭൂതിയുടെ ലോകത്തേക്ക് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് അത് ക്ലിയർ ആയത്. അതായത് ഓരോ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുമ്പോഴും ശരീരത്തിൽ അതിനനുസരിച്ച് അനുഭൂതി ഉണ്ടാകുന്നു. ആ അനുഭൂതി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് അതിനോട് ഇഷ്ടത്തോടെ അനിഷ്ടത്തോടെയും പ്രതികരിക്കാൻ കിടന്ന് വെമ്പൽ കാണിക്കുന്ന അദ്ദേഹം കണ്ടു. ഇതാണ് നമ്മളും നമ്മുടെ അഷ്ടാംഗ മാർഗത്തിന്റെ മെഡിറ്റേഷനകത്ത് നമ്മൾ കാണാനും പഠിക്കാനും പോകുന്നത്. അപ്പോ നമ്മൾ കണ്ടത് എവിടെയാണ്? ആദ്യം ഇഷ്ടം അനിഷ്ടം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അനുഭൂതിയെ ബേസ് ചെയ്താണെന്ന് കണ്ടു. ഇഷ്ടം അനിഷ്ടം ഉണ്ടായതിനു ശേഷം അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അത് പിന്നീട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അതുമായിട്ട് പെർമനന്റ് അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയും മെന്റൽ ഹാബിറ്റായി മാറുകയും ചെയ്യും. അങ്ങനെയാണ് ഒരാളുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. നമ്മൾ പറയുന്നത് അങ്ങനെ, കുഞ്ഞുങ്ങളിൽ സ്വഭാവ രൂപവൽക്കരണം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അവർ ചെറുപ്പത്തിലെ കാണുകയും ശീലിക്കുകയും പരിചയിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാണ് അവരുടെ ഹാബിറ്റുകൾ ഫോം ചെയ്യുന്നത്. പലതിനോട് ഇഷ്ടം തോന്നിപ്പിക്കുക, പലതിനോട് അനിഷ്ടം തോന്നിപ്പിക്കുക, ഇത് വന്ന് റിപ്പീറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവരുടെ ഹാബിറ്റായി മാറുകയാണ്. ഫ്രോണ്ടൽ കോർട്ടക്സിൽ ആ ഹാബിറ്റുകൾ ഫോം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ചെറുപ്പത്തിലേ ഉള്ള ശീലം നമ്മൾ മറക്കില്ല അവസാനം വരെ എന്ന് പറയുന്നത്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത്. അത് തെറ്റായ കാര്യങ്ങൾക്കും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ക്യാച്ച് ദം യങ് എന്ന് പറയാറുണ്ട്. അതായത് ചെറുപ്പത്തിലെ ഇവരെ പിടികൂടിയാൽ ഇവരെ അവസാന കാലം വരെ ഇതിന്റെ അടിമകളാക്കി നിർത്താം എന്നുള്ള ആ ഒരു 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 ദുരുദ്ദേശവും ഇതിന്റെ പുറകിൽ വർക്കാവും. അതുകൊണ്ടാണ് ചിലരെ ചെറുപ്പത്തിലെ വേണ്ടാത്ത ഭക്തികൾ കൊടുക്കുകയും വേണ്ടാത്ത അഡിക്ഷൻസ്. ഭക്തി ഈസ് എൻ അഡിക്ഷൻ. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പം ചെറിയ കാര്യങ്ങൾ ചെറുപ്പത്തിൽ അവർ തുടങ്ങി, വളരെ നിരുപദ്രവമായി തുടങ്ങി. ഒരു ബാലഗോകുലത്തിൽ പോകുന്നു, കൃഷ്ണന്റെ വേഷം കെട്ടിക്കുന്നു, കുറച്ച് ഡാൻസ് കളിക്കുന്നു. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അറിയാതെ അതുമായിട്ട് കണക്ഷൻ ഉണ്ടാകുന്നു. ആ കണക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ കൃഷ്ണനുമായിട്ട് സ്ഥിരമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ രാമനുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു. പിന്നീട് കാലക്രമത്തിൽ അവരതിന്റെ അടിമയായി മാറുന്നു. സ്ഥിരമായിട്ട് കൃഷ്ണനുമായിട്ടോ രാമനുമായിട്ടോ അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന ദൈവവുമായിട്ടോ അവർക്ക് സ്ഥിരമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. ഇങ്ങനെയാണ് മതങ്ങൾ കുഞ്ഞുങ്ങളെ ആദ്യം തന്നെ
നീരാളിപ്പിടുത്തത്തിൽ അല്ലെങ്കിൽ അവരെ വലയിലാക്കുന്നത്, ചിലന്തി വലയുടെ രീതിയിൽ അവരെ ട്രാപ്പ് ചെയ്തെടുക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ചെറുപ്പത്തിലെ പിടിക്കാൻ പറയുന്നത് ഇവരെ. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു മെക്കാനിസം, മനസ്സ് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു മെക്കാനിസം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇനി ഇതൊരു അഡിക്ഷൻ ആവുന്ന ഈ മെന്റൽ ഹാബിറ്റുകൾ ചിലത് അഡിക്ഷൻ ആവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത്. എല്ലാ ഹാബിറ്റുകളും അഡിക്ഷൻ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില പ്രവൃത്തികൾ അല്ലെ ചില കാര്യങ്ങൾ നമുക്കത് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നുന്ന ക്രേവിങ് ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്. ക്രേവിങ്, അതായത് നമുക്കത് വേണം, അതായത് റിവാർഡിങ്, അതായത് നമുക്കത് കിട്ടുമ്പോൾ മാത്രം നമുക്ക് ആ സുഖം ഉണ്ടാവുന്നു. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ അങ്ങനെ കിട്ടിയാലും അത് പിന്നെയും പിന്നെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ, എനിക്കിപ്പോ മദ്യം കഴിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ, മദ്യം പതുക്കെ പതുക്കെ തുടങ്ങി, ഒരു ചെറിയ ബിയറെ തുടങ്ങി പതുക്കെ പതുക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുറച്ചുകൂടെ കൂടിയ സാധനം എടുക്കാൻ തുടങ്ങി, ബ്രാൻഡി എടുക്കാൻ തുടങ്ങി, വിസ്കി എടുക്കാൻ തുടങ്ങി, റം എടുക്കാൻ തുടങ്ങി, വോഡ്ക എടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഇതുകൊണ്ട് കഴിയാതെ പിന്നെ നമ്മൾ പിന്നീട് മയക്കുമരുന്നിലേക്ക് പതുക്കെ പോകാൻ തുടങ്ങി. അത് പോകുന്നൊരു ട്രാക്ക് ഉണ്ട്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയുകയാണ്, അതെനിക്കൊരു സന്തോഷം തരുന്നുണ്ട്. രണ്ടാമത്തെ വേറൊരു കാര്യം, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാള് പട്ടിണിയായിട്ട് ഒരു വഴിയരികിൽ ഒരു വൃദ്ധനിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വൃദ്ധ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞിരിക്കുന്നു, അതിന് ആഹാരം കൊടുക്കാനില്ല. ഞാൻ അതിന് ആഹാരം കൊടുക്കുന്നു, ഞാൻ എൻ്റെ ഭക്ഷണം ഞാൻ ഷെയർ ചെയ്ത് അതിന് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതും ഒരു സുഖമുള്ള ഫീലിംഗ് ആണ്, ശരീരത്തിൽ കിട്ടുന്ന ഒരു സുഖമുള്ള ഫീലിംഗ് ആണ്. പക്ഷെ അതെനിക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ ഒരാളെ സഹായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്, അത് തൃപ്തികരമാണ്. ആദ്യത്തേത് നമുക്ക് തൃപ്തി ഉണ്ടാക്കുന്നില്ല, നമുക്കത് എത്ര കിട്ടിയാലും തൃപ്തി ആവുന്നില്ല. പക്ഷെ രണ്ടാമത്തേത് നമ്മൾ ചെയ്യുമ്പോൾ സുഖകരമായ അനുഭൂതി ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് നമുക്ക് തൃപ്തി തരുന്നുണ്ട്, മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ടാക്കുന്നത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് നമ്മുടെ ബ്രെയിനകത്ത് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. നമ്മൾക്ക് ഓരോന്നും ചെയ്യുമ്പോഴും നമുക്ക് പൈസ കിട്ടുമ്പോൾ, നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് സഹായം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മദ്യം കഴിക്കുമ്പോൾ, നമുക്ക് ഭൗതികമായി എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് വേണം കൂടുതൽ വേണം എന്ന് തോന്നുന്നത് ഒക്കെ ഉണ്ടാക്കുന്നത് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. അതൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള കാര്യങ്ങൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സാധനമാണ്. ആ പാത്വേ ഉണ്ടാക്കുന്നതാണ് ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് പറയുന്നത്. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിലെ പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഈ ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അനുഭൂതി ഉണ്ടാക്കും. പക്ഷെ ആ അനുഭൂതി പിന്നെയും കൂടുതൽ വേണമെന്ന് തോന്നൽ ഉണ്ടാക്കുന്നതാണ്. അതിനൊരു പ്രത്യേക മെക്കാനിസം ഉണ്ട്. അതായത് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഈ കാര്യങ്ങൾ പാസ് ചെയ്യുന്നതിനാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അതാണ് ഡോപ്പമൈൻ. ആ ഡോപ്പമൈൻ കൂടുതൽ ഉണ്ടാക്കുകയും അടുത്ത ന്യൂറോണിലേക്ക് അതിൻ്റെ ആ ഒരു കെമിക്കൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ അതിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ഇത് വളരെയധികം ഊർജം ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ ഈ രണ്ടാമത് റിസീവ് ചെയ്യുന്ന ന്യൂറോൺ അത് കാലക്രമത്തിൽ അതിൻ്റെ അകത്ത് ആ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സിന്റെ എണ്ണം അത് കുറയ്ക്കും, അതിനെ ഡൗൺവേർഡ് ആയിട്ട് അത് റെഗുലേറ്റ് ചെയ്യും. അതായത് ഇതിന്റെ ഈ കൂടുതൽ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം അത് പിന്നെയും എടുക്കുക എന്ന് പറയുന്നത് ഈ ന്യൂറോൺസ് ക്ഷീണിക്കാൻ കാരണമാകും, മനസ്സ് ക്ഷീണിക്കാൻ കാരണമാകും. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എണ്ണം കുറയ്ക്കും, ആ റിസീവിങ്ങിന്റെ എണ്ണം കുറയ്ക്കും. അതായത് നേരത്തെ 10 എണ്ണം ഉണ്ടായിരുന്നു റിസീവ് ചെയ്യാനെങ്കിൽ പിന്നെയും ഈ പറയുന്ന ഡോപ്പമൈൻ ഉണ്ടാക്കുമ്പോൾ ഇത് 10ൽ നിന്ന് 8 ആവും, 8ൽ നിന്ന് 6 ആവും, അങ്ങനെ കുറഞ്ഞു. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായ ആ ഒരു അനുഭൂതി കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡോപ്പമൈൻ ഉണ്ടാക്കേണ്ടി വരും. ആ കൂടുതൽ ഡോപ്പമൈൻ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഈ ന്യൂറോൺസ് പിന്നെയും അതിന് പ്രപ്പോർഷണൽ ആയിട്ട് അതിനെ റിസീവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഡോപ്പമൈൻ ഉണ്ടാക്കുന്ന അത്രയും കാര്യങ്ങൾ, അതായത് ചില കാഴ്ചകൾ, ചില പ്രവർത്തികൾ, ഇപ്പം സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭക്തി, അല്ലെങ്കിൽ കൂടുതൽ പൈസ കിട്ടുന്ന കാര്യങ്ങൾ, ഇങ്ങനെ നമുക്ക് പിന്നെയും വേണമെന്ന് സുഖകരമായ അനുഭൂതി ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെ കൂടുതൽ കിട്ടിയെങ്കിൽ മാത്രമേ ആ ആദ്യം കിട്ടിയ ആ സുഖാനുഭൂതി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ആദ്യം തുടങ്ങിയപ്പോൾ കിട്ടിയ ഒരു സുഖാനുഭൂതിയുടെ ഒരു ലെവലുണ്ട്. ആ ലെവല് പിന്നെ മാച്ച് ചെയ്യണമെങ്കിൽ, അത് തന്നെ പിന്നെ എത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സംഭവങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ ആദ്യം കിട്ടിയ സുഖാനുഭൂതി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, അത് കേട്ടിട്ട് ആദ്യത്തെ ആ ഒരു ഫീൽ കിട്ടിയില്ല, അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു കിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു സന്തോഷം കിട്ടിയില്ല എന്ന് പറയും.
ഉദാഹരണം, നമ്മളിപ്പോ പഴയ ചില തമാശകൾ കേട്ട് കഴിഞ്ഞാൽ പണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന തമാശകൾ ചിലപ്പോൾ നമുക്ക് രണ്ടാമത് കേട്ടാൽ നമുക്ക് അത്തരം തമാശ തോന്നത്തില്ല. അല്ലെങ്കിൽ ആദ്യം ഒരു സ്ഥലത്ത് പോയപ്പോൾ ഭയങ്കരമായിട്ട് ആ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ആ സ്ഥലത്തേക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ആ സന്തോഷം കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. ഇതുപോലെ തന്നെ സെക്സ് ചെയ്യുമ്പോൾ പോലും ഞാനത് ഓപ്പൺ ആയിട്ട് പറയുകയാണ്. ചില പൊസിഷൻസ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് ബോർ അടിക്കുമ്പോൾ അവിടെ വേറെ പല സെക്സ് പൊസിഷൻസ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ വേറെ ചില സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ പല പെർവേർഷൻസിലേക്ക് പോകാൻ നോക്കും. ഇതൊക്കെ ഇങ്ങനെ വരുന്നതാണ്. ഓരോന്നും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം കിട്ടിയ ആ ഒരു അനുഭൂതി എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പല പല ആൾക്കാരെ മാറി മാറി ട്രൈ ചെയ്യുന്ന സ്വഭാവങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ പല പല സാധനങ്ങൾ മാറി മാറി എടുക്കുന്ന സ്വഭാവങ്ങൾ. ചിലർക്ക് പലതിനോടുമാണ് ഇതുപോലെ ആസക്തികൾ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ട്. ചിലർക്ക് കൂളിംഗ് ഗ്ലാസ് ഒരു ഭ്രാന്താണ്. എവിടെ ചെന്നാലും കൂളിംഗ് ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ, പുതിയ കാരണം കണ്ടു കഴിഞ്ഞാൽ വാങ്ങണം. ചിലർക്ക് പെർഫ്യൂംസ് കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്താണ്. ചിലർക്ക് സാരി കണ്ടു കഴിഞ്ഞാൽ, ചിലർക്ക് ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ, ചിലർക്ക് പുതിയ ചെരുപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ, ചിലർക്ക് പുതിയ വാച്ചുകൾ കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ ഓരോന്നുമായിട്ട് ഇവരൊരു അനുഭൂതിയുടെ ഇത് ഉണ്ടാക്കി, അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ 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 ഓരോ തവണയും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ആദ്യം കിട്ടിയ അനുഭൂതി മാച്ച് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ചില സിനിമാ താരങ്ങൾ പറയുന്നുണ്ട്, ആദ്യത്തെ സിനിമയ്ക്ക് എനിക്ക് 500 രൂപ മാത്രമേ കിട്ടിയത്, പക്ഷെ അത് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. അത് എനിക്ക് ഇപ്പം എനിക്ക് 5 കോടി കിട്ടിയിട്ടും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നു. കാരണം ഇതാണ് നമ്മൾ പൂന്താനം പറഞ്ഞ പോലെ 10 കിട്ടുകിൽ 100 വേണമെന്ന് പറയും, 100 കിട്ടുകിൽ 1000 വേണമെന്ന് തോന്നുന്നു, 1000 കിട്ടുകിൽ പിന്നെ അത് 10000 വേണമെന്ന് തോന്നുന്നു. ഇതാണ് ഈ ഫിസിക്കലായിട്ട് ചില കിട്ടുന്ന സെൻസേഷൻസ്. ഡോപ്പമൈൻ ബേസ് ചെയ്തിട്ട്, ഡോപ്പമൈൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സന്തോഷങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതൊക്കെ എത്ര കിട്ടിയാലും കൂടുതൽ കൂടുതൽ വേണം തോന്നും. നിർഭാഗ്യവശാൽ ഈ ഡോപ്പമൈൻ കിട്ടുന്ന അത്തരം സെൻസേഷനാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതാണ് കൂടുതൽ തീവ്രമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന അനുഭൂതികൾ. മറ്റേത് അങ്ങനെയല്ല. സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ആ സെറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ തരുന്ന കാര്യങ്ങളാണ് ഈ സംതൃപ്തി തരുന്ന സന്തോഷങ്ങൾ. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ദാനങ്ങൾ ചെയ്യുമ്പോൾ, നമ്മുടെ 10 പാരമിത ഗുണങ്ങൾ പഠിച്ചു. ആ പാരമിതങ്ങൾക്കകത്ത് ഓരോന്നും അത് ഫോക്കസ് ചെയ്യുന്നത് തൃപ്തി തരുന്ന സന്തോഷങ്ങളാണ്. അതേസമയം ഡോപ്പമിൻ ബേസ് ചെയ്തിട്ടുള്ള എന്ത് സന്തോഷങ്ങളായാലും അത്തരം സന്തോഷങ്ങളൊന്നും നമുക്ക് തൃപ്തി തരുന്നില്ല എന്നുള്ളതാണ്. തൃപ്തി തരാതെ ഒരു ബോട്ടം ഇല്ലാത്ത ഒരു കിണർ പോലെയാണ്, അടിവശം ഇല്ലാത്തൊരു കിണർ പോലെയാണ്. എത്ര വിട്ടാലും അത് നിറയില്ല. ഒരിക്കലും സംതൃപ്തി എന്ന് പറയുന്നത് കിട്ടത്തില്ല. പക്ഷെ ആ സുഖത്തിന്റെ പുറകെ നമ്മൾ പിന്നെയും പോവുകയും ചെയ്യും. നമുക്ക് ഒരിക്കലും സംതൃപ്തി കിട്ടത്തില്ല. അതിന്റെ ഒരു ചക്രവ്യൂഹത്തിനകത്ത് നമ്മൾ കിടന്നങ്ങ് പെട്ടുപോവുകയാണ്. നമ്മൾ അവസാനം അതിന്റെ അടിമയായി തീരുകയാണ്. നമുക്കപ്പോ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. നമ്മളിപ്പം ഉദാഹരണത്തിന് വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രോബ്ലമാണ്. നമ്മൾ ഒരു നേരത്തേക്ക് ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഒരു മദ്യം കഴിച്ചു. ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു, എടാ നീ കുറച്ചു നേരത്തേക്ക് മനസ്സൊന്ന് ഇതാക്കാം, ഒന്ന് കഴിക്കുക, ഒരു ചെറിയ സ്മോൾ എടുക്കാൻ പറഞ്ഞു. അത് കഴിച്ചു. അപ്പോഴത്തേക്ക് കുറച്ചു നേരത്തേക്ക് ഒന്ന് മറന്നു. അതൊരു സുഖകരമായ ഒരു തോന്നലായി. കുറച്ചു നേരത്തേക്ക് എനിക്കൊരു സുഖം കിട്ടി. രണ്ടാമത്തെ ദിവസം പിന്നെയും അതൊന്ന് പതുക്കെ എടുത്തേക്കാന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയാണ്, അല്ലെങ്കിൽ പുക വലിക്കുകയാണ്. രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ നമ്മൾ പോയി എടുത്തു കഴിച്ചു. ഇത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അവന് മനസ്സിലായി, ഇതിനകത്ത് രക്ഷപ്പെടാൻ ഈ സാധനത്തിനെ ആശ്രയിച്ചാൽ മതി. ഇത് സ്ഥിരമായി വരുമ്പോൾ ഇതുമായിട്ട് നമ്മൾ അറ്റാച്ച്മെന്റ് ആവും. അറ്റാച്ച്മെന്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീട് ഇതിനെ നമ്മൾ അങ്ങ് ആശ്രയിക്കാൻ തുടങ്ങുമ്പം ഇത് നമ്മൾ ആദ്യം എടുത്ത അളവ് പോരാ. നമ്മൾ ആദ്യം എടുത്ത അതേ അളവ് തന്നെ കഴിച്ചുകൊണ്ടിരുന്ന ആ പഴയ പോലുള്ള ഒരു കിക്കോ അല്ലെങ്കിൽ ഒരു ബോധം പോകലോ ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ കൂടുതൽ അളവിലേക്ക് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും എടുത്ത് അവസാനം ഇത് മയക്കുമരുന്നിലേക്ക് പോകുന്നു. സാധാരണ കഞ്ചാവ് കഴിച്ചാൽ പോരാ, പിന്നെ അത് MDMA LSD ഒക്കെ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. എന്നാൽ മാത്രമേ ആദ്യത്തെ ആ ഒരു കിക്ക് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു സുഖാനുഭൂതി കിട്ടത്തുള്ളൂ. അതിലേക്ക് നമ്മളെ എറ്റേർണൽ അനന്തമായ നമ്മൾ ഇതിന്റെ അടിമയായിക്കൊണ്ടിരിക്കുക. ഒരിക്കലും നമുക്ക് ആ തൃപ്തി എന്ന് പറയുന്ന ഒരു സംഗതി കിട്ടത്തില്ല. അതേസമയം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാന്ന് വിചാരിക്കുക, പ്രായം ചെന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കുക, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരെ സഹായിക്കുക, തൊഴിലില്ലാത്തവരെ നമുക്ക് തൊഴിലുണ്ടാക്കാൻ നോക്കുക, ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അക്ഷരം പഠിപ്പിക്കുക, ഇതൊക്കെ നമുക്ക് അൾട്രൂയിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് തൃപ്തിയാണ് ഉണ്ടാവുന്നത്. അത് ഓരോ സമയത്ത് നമ്മുടെ മനസ്സങ്ങ് നിറയുകയാണ്. നമ്മൾ വീണ്ടും ചെയ്തിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് ഒരു തൃപ്തി ഉണ്ടാക്കേണ്ട ഗതികേടില്ല. അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിന് എപ്പോഴും സംതൃപ്തിയാണ് തരുന്നത്. അപ്പം സംതൃപ്തി തരുന്ന കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായി നമ്മളൊരു മനുഷ്യൻ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അവന്റെ മനസ്സിന് ഒരു അടക്കം കിട്ടത്തുള്ളൂ.
മറ്റത് എപ്പോഴും ഈ തൃപ്തി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളുടെ പുറകെ പാഞ്ഞ് 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 ദിവസം തോറും അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് വരുന്ന മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോപ്പമൈനെ ആശ്രയിച്ചുള്ള കാര്യങ്ങളെ നമ്മൾ കൂടുതലായി ആശ്രയിച്ച് ഡിപ്പെൻഡന്റ് ആവുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ കെമിക്കൽ കോമ്പസിഷൻ തന്നെ മാറുക. അതായത് റിസീവ് ചെയ്യുന്നതിന്റെ എണ്ണം കുറഞ്ഞു, ഡോപ്പമിൻ കൂടുതലായിട്ട് ഉണ്ടാക്കി തുടങ്ങുന്നു ബ്രെയിനിന്റെ അകത്ത്. ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് എനർജി, ബ്രെയിനിന്റെ അകത്ത് എനർജി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു, അവന് ഉറക്കം നഷ്ടപ്പെടുന്നു. ഉറക്കം നഷ്ടപ്പെടാതെ പോകുമ്പോൾ ഈ പറയുന്ന പലതിനകത്തുള്ള റെസ്റ്റ് കിട്ടാതെ വരുന്നു. ന്യൂറോൺസ് പല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഇവൻ കാണാത്തത് കാണുന്നു, കേൾക്കാത്തത് കേൾക്കുന്നു, മണക്കാത്തത് മണക്കുന്നു, ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക്, ഹാലൂസിനേഷനിലേക്ക് പോകുന്നു, ഭയത്തിലേക്ക് പോകുന്നു. ഏത് വികാരവും ഇവനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ സ്വന്തം മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു, മനസ്സിന്റെ താളം തെറ്റിപ്പോകുന്നു. കാരണം നമ്മുടെ ബ്രെയിനിന്റെ കെമിക്കൽ കോമ്പസിഷൻ തന്നെ മാറുകയാണ്. കൂടുതൽ ഡോപ്പമിൻ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കിട്ടണം. അതിനനുസരിച്ച് ബ്രെയിൻ അറിയാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ പോലും അറിയാതെ ഈ ആളുടെ മനസ്സിന്റെ കെമിക്കൽ കോമ്പസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാറി ഈ വ്യക്തി മറ്റൊരു വ്യക്തിയായി തന്നെ മാറുക. തൊടുന്നതിന് പിടിക്കുന്നതിന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, അക്രമ സ്വഭാവം കാണിക്കുക, ഇല്ലാത്തതുണ്ടെന്ന് കരുതുക, പേടിക്കുക, എന്നെ എല്ലാവരും കൊല്ലാൻ വരുന്നെന്ന് കാണുക. ഇങ്ങനെയൊക്കെ വല്ലാത്ത വിയർഡ് ആയിട്ടുള്ള കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഹാലൂസിനേഷനിലേക്ക് പോവുക. അപ്പൊ ഇത് ഈ ഡോപ്പമൈൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെ ആശ്രയിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതേസമയം നല്ല ആൾക്കാരെ സഹായിക്കുന്ന നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കിയെടുത്താൽ അതൊന്നും ഒരു അഡിക്ഷനായി മാറുന്നില്ല. അപ്പൊ കൂടുതൽ നമ്മൾ ഒന്നിനെ ആശ്രയിച്ച് നമ്മുടെ ആ പിന്നെയും പിന്നെയുള്ള ക്രേവിങ്, ആ ഒരു ആസക്തിയെ നമ്മൾ പിന്നെയും സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ അതിന്റെ അടിമയായി മാറുന്നതിനാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഭക്തി അതുപോലത്തെ ഒരു അഡിക്ഷനാണ്. അതായത് ഓരോ സമയത്തും വിഷമം വരുന്നു, ഉടനെ ദൈവത്തെ വിളിക്കുമ്പോഴത്തേക്ക് കുറച്ചു നേരത്തേക്ക് ഒരു അറ്റൻഷൻ മാറ്റുക, വേറൊരു നല്ല ചിന്ത, ദൈവം എനിക്കിങ്ങനെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കയ്യിലൂടെ സ്വർണ്ണ നാണയങ്ങൾ താഴേക്ക് ഇട്ട് തരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രകാശം എന്റെ മേത്തേക്ക് വരുന്നു, ഇങ്ങനെയൊക്കെ പലതും നമ്മൾ സങ്കല്പിക്കുക. ഇത് കാണുമ്പോൾ അത്ര നേരത്തേക്ക് നമ്മുടെ മനസ്സൊന്ന് മാറി നിൽക്കും. ഇത് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുമായിട്ട് അഡിക്ഷൻ ആവും. പിന്നെ ഓരോരുത്തർ പറയുന്നത് കെട്ടി അങ്ങ് പോകണം, അല്ലെങ്കിൽ കേദാർനാഥിൽ പോകണം, അല്ലെങ്കിൽ ശൃംഗേരി പോകണം, അല്ലെങ്കിൽ ശബരിമല പോകണം എന്ന് പറയുമ്പോൾ പിന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങ് പോവുകയാണ്, അഡിക്റ്റ് ആയിട്ട് പോവുകയാണ്. അപ്പൊ നമ്മളവിടെ പറയുന്നുണ്ട്, അവിടെ ശബരിമലയിൽ ആരും മകരവിളക്ക് കത്തിക്കുന്നില്ല, ആരും കത്തുന്നതല്ല, തന്നെ കത്തുന്നതല്ല, അത് കത്തിക്കുന്നതാണ് എന്ന് അതിന്റെ സയന്റിഫിക് ആയിട്ടൊന്നും പറഞ്ഞാലും ഈ ആൾക്കാരുടെ അഡിക്ഷൻ കാരണം അവരത് പോകാതിരിക്കില്ല. അങ്ങനെയാണ് ആൾക്കാർ ഓരോ വർഷവും ഭക്തന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കട്ടെ, ഇവനോട് കാര്യം മുഴുവൻ പറഞ്ഞിട്ടും ഇവൻ എന്താ മാറാത്ത? ഇവർ മാറത്തില്ല. കാര്യം അവർക്ക് വേണ്ടുന്നത് ആ ഭക്തിയാണ്. ആ ഭക്തിയോട് കിട്ടുന്ന ഒരു സുഖാനുഭൂതിയാണ്, ഒരുതരം അഡിക്ഷനാണ്. അത് ചെറുപ്പത്തിലെ വന്ന് കുടുംബങ്ങളിൽ കൂടെ കിട്ടി ഒന്നും അറിയാത്ത പ്രായത്തിൽ കൈകൂപ്പി നിർത്തി ദൈവമാണെന്ന് പറഞ്ഞ് നിർത്തി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സുഖാനുഭൂതി. അപ്പൊ അവന് പരീക്ഷ വരുന്ന സമയത്ത് അവന് ദൈവത്തെ വിളിക്കും, ഓരോ കാര്യങ്ങളുടെ സമയത്തും വരുന്ന ദൈവത്തെ വിളിക്കും. എന്തെങ്കിലും കാര്യം നടന്നാൽ അത് മുഴുവൻ ദൈവത്തിന്റെ ഭക്തിയാണെന്ന് പറയും, അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് പറയും, അല്ലെങ്കിൽ ആൾ ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് പറയും. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഒരു പെർമനന്റ് അറ്റാച്ച്മെന്റ് മനസ്സിൽ ഉണ്ടാക്കിയിട്ട് ആ അറ്റാച്ച്മെന്റിന്റെ അടിമയായി പോവുകയാണ്. അവിടെ പിന്നെ നമ്മൾ ഒരു യുക്തിയും പറഞ്ഞിട്ടോ ഒരു സയൻസ് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്ര പറഞ്ഞാലും ഇത്തരം ആൾക്കാർ ഒരു മാറ്റം വരാത്തത്. അപ്പം ഈ പറയുന്ന രീതിയിലുള്ള ഒരു അഡിക്ഷൻ ഈ ആൾക്കാരിലേക്ക് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും മനസ്സിന് സമാധാനം കിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും ഈ പറയുന്ന ഡോപ്പമൈൻ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഇവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഭക്തരായിട്ടുള്ള ആൾക്കാർ അവസാന കാലമാകുമ്പോൾ ഇവർക്ക് ഈ നാരായണ അല്ലെങ്കിൽ നമശിവായ പറയാതിരിക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ് പോലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ് മാറിക്കഴിഞ്ഞാൽ ഇവരുടെ കൺട്രോൾ പോകും. ശരിക്കും വെള്ളം അടിക്കുന്നത് പോലുള്ള ഒരു അതായത് വെള്ളം അടിക്കുന്നവർ സ്ഥിരം അടിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ കൈ വരയ്ക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രശ്നമാണ്. അവരും അഡിക്റ്റ് ആവുക. നമുക്ക് വേണ്ടുന്നത് അഡിക്ഷനിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. മയക്കുമരുന്നാണെങ്കിലും എന്താണെങ്കിലും അഡിക്ഷൻ ആവുമ്പോൾ നമ്മൾ അതിന്റെ അടിമയാവുകയാണ്. അതിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത് ഫോം ചെയ്യുന്ന ആ ഒരു രീതി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കേണ്ടത്? സൊല്യൂഷൻ. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് തുടങ്ങുന്നത് അവിടെയാണ് അതിന്റെ തുടക്കത്തിലാണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. എവിടെയാണ് തുടങ്ങുന്നത്? നമ്മുടെ അനുഭൂതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇഷ്ടവും അനിഷ്ടവും ഉണ്ടായത്. അവിടെ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്.
അപ്പൊ ആ പോയിന്റിലാണ്, കൃത്യമായ ആ പോയിന്റിലാണ് നമ്മൾ അവിടെ കറക്ഷൻ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഉള്ളിലേക്ക് പോയ നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ മെന്റൽ അഡിക്ഷൻസ്, മെന്റൽ അറ്റാച്ച്മെന്റ്സിനെ നമുക്ക് ആ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ നമ്മൾ അതിനെ പിടിക്കണം. എങ്ങനെ പിടിക്കും? ഇവിടെയാണ് നമ്മൾ തന്നെ ഇത് ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സെൻസേഷൻ വേറൊരാൾക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു സൈക്കോളജിസ്റ്റ് ഇരുന്നാലും എന്റെ ശരീരത്തിൽ ഉണ്ടായ സെൻസേഷൻ എന്താണെന്ന് അയാൾക്ക് അറിയത്തില്ല. ഞാനൊരു കാര്യത്തെ കാണുമ്പോൾ, ഞാനൊരു കാര്യം കേൾക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു ഭയമോ ഒരു ടെൻഷനോ സ്ട്രെസ്സോ അത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ, മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെ മനസ്സിലാക്കി ഇതിനെ തിരുത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതേസമയം ഇത് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾ എങ്ങനെയാണോ ഈ ഹാബിറ്റ് ഉണ്ടാക്കിയത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോസസ് അയാൾ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഈ അഡിക്ഷനിലൊക്കെ ആ ആള് വിചാരിച്ചാൽ മാത്രമേ ഇതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യം. എത്ര ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ടെങ്കിലും അഡിക്ഷൻ ഉണ്ടാകുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ ആരും ഒരാൾക്കും ഒരാളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ആ ഓരോ വ്യക്തിയെ തന്നെ അതിന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവനെ പര്യാപ്തമാക്കി എടുക്കണം. കാരണം ഇത് പുറത്ത് വേറൊരാൾക്കും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന പേടി, എന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന ടെൻഷൻ, എന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, എന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന എക്സൈറ്റ്മെന്റ്, ഇതെല്ലാം എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഞാൻ കഴിക്കുമ്പോൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എക്സൈറ്റ്മെന്റ്, അനുഭൂതിയെ എനിക്ക് മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, പുറത്തൊരാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഞാൻ അനുഭവിക്കുന്ന സങ്കടം, ഞാൻ അനുഭവിക്കുന്ന ദുഃഖം, ഇതൊക്കെ പുറത്തൊരാൾക്കും കിട്ടത്തില്ല. അവർക്കൊക്കെ പറഞ്ഞു തരാനോ വേണമെങ്കിൽ ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ പറയാമെന്നല്ലാതെ നേരിട്ട് അത് തുടങ്ങിയ പോയിന്റിൽ, അതായത് അനുഭൂതിയെ അടിസ്ഥാനമാക്കി ഞാൻ ഉണ്ടാക്കിയ, ഞാൻ കെട്ടിപ്പൊക്കിയ എന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ഞാൻ തന്നെ വേണം കറക്റ്റ് ചെയ്യാൻ. വേറൊരാൾക്കും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോ കുറച്ചുനാൾ നമ്മളിത് ചെയ്തില്ലെങ്കിൽ ശരിയാണ്, കുറച്ചുനാൾ ആ ഹാബിറ്റ് കുറച്ചൊന്ന് കുറയും. പക്ഷെ ചിലപ്പോ രണ്ടാമത് തിരിച്ച് നമ്മള് ആ ഒരു ഹാബിറ്റിലേക്ക് ചിലപ്പോൾ എത്തിപ്പെട്ട പൂർവാധിക ശക്തിയോടുകൂടി നമ്മുടെ ന്യൂറോൺ പാത്ത് പിന്നെയും ആക്റ്റീവ് ആവും. അങ്ങനെയാണ് ചിലർ കുറച്ചുനാളൊന്ന് വിട്ടു നിന്നിട്ട് രണ്ടാമത് പൂർവാധിക ശക്തിയോട് അഡിക്ഷനകത്ത് ചെന്ന് പെട്ടുപോകുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വല്ലാതെ ക്രേവിംഗ് ആയി അഡിക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കിത് കിട്ടാതായി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. വിഡ്രോവൽ സിംറ്റം, അതായത് നമുക്ക് ഇതിനകത്ത് പുറത്ത് കടക്കാനും പറ്റുന്നില്ല, നമുക്കത് വേണം എന്നുള്ള നമ്മളുടെ കൺട്രോൾ പോകുന്ന അവസ്ഥ വരും. അപ്പൊ ഇതൊക്കെ മെന്റൽ ഹാബിറ്റുകൾ ഫോം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ആ മെന്റൽ ഹാബിറ്റിനെ നമ്മൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ ആ തുടങ്ങിയ പോയിന്റിലേക്ക് നമ്മൾ എത്തണം. ആ തുടങ്ങിയ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ അനുഭൂതികളെ ആസ്പദമാക്കിയാണ് ഇഷ്ടവും അനിഷ്ടവും ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോ അത് എൻ്റെ സബ് കോൺഷ്യസിലാണ്, അത് എൻ്റെ ഹാബിറ്റായി മാറിക്കഴിഞ്ഞു. അതിനെ ഇനി അവിടുന്ന് തന്നെ എനിക്ക് പിടിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന അഷ്ടാംഗ മാർഗത്തിൽ നമ്മൾ ഈ ആനപാന സതിക്ക് ശേഷം ശരീരത്തിനകത്ത് സെൻസേഷൻസ് കിട്ടിത്തുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സെൻസേഷൻസിന്റെ അനുഭൂതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ സ്ഥലത്തും എല്ലായിടത്തും സെൻസേഷൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സബ് കോൺഷ്യസും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സുഖകരമായ അനുഭൂതി, അസുഖകരമായ അനുഭൂതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ തന്നെ നമ്മൾ ഇതിലേക്ക് മെഡിറ്റേഷനിലേക്ക് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ തന്നെ മെഡിറ്റേഷൻ അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള അനുഭൂതികൾ അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന എല്ലാ വൈബ്രേഷൻസും കൂടുതൽ വ്യക്തതയോടുകൂടി നമുക്ക് തെളിഞ്ഞു കിട്ടും. കാര്യം നമ്മുടെ മനസ്സ് നമ്മൾ തന്നെ സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല സ്ഥലത്ത് പല സെൻസേഷൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഓരോന്നോരോന്ന് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമുക്ക് ആ ഓരോ സെൻസേഷനും വരുമ്പോൾ നമുക്ക് ആ ഓരോ സെൻസേഷനും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, ഒരേ സ്വഭാവമുണ്ട്. എന്താണ്? ഏത് എക്സൈറ്റ്മെന്റ് വന്നാലും, ഏത് ടെൻഷൻ വന്നാലും, ഏത് സ്ട്രെസ് വന്നാലും, ശരീരത്തിൽ എന്ത് അനുഭൂതി വന്നാലും അത് സ്ഥിരമായി നിൽക്കുന്നില്ല എന്ന് നമ്മൾ ഇതിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് ഇതിനകത്തെ അടുത്ത പോയിന്റ്. നമ്മൾ നമുക്ക് കിട്ടിയ ഒരു വലിയ പിടിവള്ളി അവിടെയാണ്. അതായത് ഒരു സെൻസേഷനും ശരീരത്തുണ്ടായാൽ അത് സ്ഥിരമായി നിൽക്കുന്നില്ല, തനിയെ അത് മാറിപ്പോകും.
അത് മാഞ്ഞു പോകും. എത്ര വലിയ ദുഃഖം വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോകും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇട്ട് എപ്പോഴും ഇട്ട് നമ്മളതിനെ എന്താ പറയുക, പുനരുജ്ജീവിപ്പിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അത് തനിയെ മാഞ്ഞു പോകും. നമുക്ക് പേടിയുണ്ടായ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തോർത്തതിനെ പേടിക്കുകയാണെങ്കിൽ മാത്രമേ അത് ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെള്ളം നമ്മൾ ചൂടാക്കുമ്പോൾ ആ ചൂടാക്കുന്ന തീ നമ്മളങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ തനിയെ വെള്ളം അത് തനിയെ തണുക്കുന്നത് പോലെ, റൂം ടെമ്പറേച്ചറിലേക്ക് വരുന്നത് പോലെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെൻസേഷൻസും സ്ഥിരമായിട്ട് നിൽക്കില്ല, അത് തനിയെ മാറും. ആദ്യം വരും, അത് അതിൻ്റെ ഒരു പീക്കിലെത്തും, അതിനുശേഷം തനിയെ പോകും. ഒരു സൈൻ വേവ് പോലെ അത് വരും, പീക്കിലെത്തും, തനിയെ പോകും. എല്ലാ സെൻസേഷൻ്റെയും പൊതു സ്വഭാവം ഇതാണ്. ശരീരം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ബുദ്ധൻ പറയുന്ന അനിത്യം ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ശരീരത്തിൽ സെൻസേഷൻസ് മാറി മാറി പോകുന്നത്. അത് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പൊ ഒരു സങ്കടം ഉണ്ടായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ആ സങ്കടത്തിന്റെ അനുഭൂതി ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയെ. ഓരോന്നും വരുന്ന സങ്കടങ്ങളും അസ്വസ്ഥതകളും ഇങ്ങനെ വന്ന് കൂടി നമ്മൾ പൊട്ടിപ്പോയെ. അങ്ങനെ വരുന്നില്ല. ഓരോന്നും വരുന്നത് തനിയെ മാറും. കാരണം എന്താന്ന് പറയാ, മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ കോമ്പോണൻസും മാറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഓരോ ആറ്റംസും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് കലാപകണങ്ങളുടെ കാര്യത്തിൽ പഠിച്ചു. അതുകൊണ്ട് തന്നെ ശരീരം സ്ഥിരമായിട്ട് നിൽക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അത് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു അനുഗ്രഹമാണ്. ചില സമയത്ത് മറവി വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തോർത്ത് വെക്കേണ്ടത് എന്തുകൊണ്ടാണ്? പലതും മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡിനകത്തുള്ള അതിന്റെ കമ്പോണൻസും ആറ്റംസും പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രെയിനിന്റെ അകത്തുള്ളത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സംഭവം അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തും. നമ്മൾ അതിനോട് ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരു പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. ഒരു കാര്യം കേട്ട് അയാളെ കളിയാക്കുന്ന ഒരു പേര് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അയാൾക്ക് പെട്ടെന്ന് തന്നെ റിയാക്ഷൻ വരും. കാരണം അയാൾ അങ്ങനെ ഹാബിറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത തവണ ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാൾക്ക് വിപാസന അറിയാവുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അഷ്ടാംഗമാർഗം അറിയാവുന്ന ആളാണെങ്കിൽ, അയാളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സെൻസേഷനെ അയാൾ ഒബ്സർവ് ചെയ്ത് നിൽക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഉണ്ടായി ഒരു വൈബ്രേഷൻ ഉണ്ടായി, അത് കൂടി അത് തനിയെ പാസ് ഓൺ പതിയെ അത് സബ്സൈഡ് ചെയ്ത് പോകുന്നിടം വരെ അയാൾ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ മനസ്സിന്റെ അകത്ത് അയാൾ എക്സൈറ്റഡ്, അയാൾ ആ റിയാക്ഷനിലേക്ക് പോകത്തില്ല. അയാളുടെ ആ ഒരു പ്രതികരണമുണ്ട്, അതിലേക്ക് അയാൾ പോവില്ല. അപ്പോൾ നമ്മൾ ആംഗ്രി ആവുക, നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ്. ഒരു കാര്യം കണ്ട് നമ്മൾ ദേഷ്യപ്പെട്ടു, അടുത്ത നമ്മൾ പ്രവർത്തനത്തിലേക്ക് പോവാണ്. പക്ഷെ ആ ദേഷ്യം എന്ന് പറയുന്ന ഫീലിങ്ങിനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ, സാധാരണ ഇതിൽ ഉണ്ടാവത്തില്ല. ഇത് വരുമ്പോൾ തന്നെ നമ്മൾ അതുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക, നമ്മൾ അറിയാതെ നമ്മുടെ പ്രതികരണത്തിലേക്ക്, നമ്മുടെ ശീലത്തിലേക്ക് അങ്ങ് പോവുക. അങ്ങനെയാണല്ലോ ശീലം എന്ന് പറയുന്ന സാധനം. നമ്മൾ പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വരിക, നമ്മുടെ റെസ്പോൺസ് വരിക. അപ്പൊ അങ്ങത് വരാതെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആങ്കറിനെ അല്ലെങ്കിൽ ദേഷ്യത്തെ, അത് ഏത് രീതിയിലാണ് എൻ്റെ ശരീരത്തെ പ്രകടമാകുന്നത്, ആ അനുഭൂതിയെ ഞാനൊന്ന് ഒബ്സർവ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് വരുന്നു, കുറച്ച് കഴിയുമ്പോൾ തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനൊരു പ്രാക്ടീസ് വേണം, അല്ലാതെ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ സാധാരണഗതിയിലുള്ള നമ്മുടെ പെരുമാറ്റത്തിലേക്ക് നമ്മൾ അറിയാതെ വീണു പോകും. പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിനുള്ളൊരു സ്കില്ല് കിട്ടും. അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തുണ്ടാവുന്ന സെൻസേഷൻസിനെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റണം. നമ്മൾ സാധാരണ നമ്മുടെ മനസ്സെപ്പോഴും കോൺഷ്യസ് മൈൻഡ്, നമ്മളെ പുറത്തുമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തുള്ള സെൻസേഷൻസിനെ നമുക്ക് കാണാനോ ഫീൽ ചെയ്യാനോ നമുക്ക് പറ്റാറില്ല. കാരണം നമ്മുടെ മനസ്സ് ഒന്നിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ മറ്റൊന്ന് കിട്ടത്തില്ല. പക്ഷെ വിപാസന പ്രാക്ടീസ് ചെയ്യുന്നയാൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ആനപാനസതിക്ക് ശേഷം പ്രജ്ഞ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക്, പ്രജ്ഞ എന്ന് പറയുന്ന വിപാസനയുടെ ഒബ്സർവേഷനിലേക്ക് നമ്മൾ പോകുന്ന ഒരാൾക്ക്, അയാൾ മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ പോലും അയാളുടെ ഒരു മനസ്സിന്റെ ഒരു ഭാഗം, അയാളുടെ ഒരു അവയർനെസ് അയാളുടെ ശരീരത്തുണ്ടാവും. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു മുറിവുണ്ട്, എവിടെയെങ്കിലും തൊട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്നവർ, നമ്മുടെ മുട്ടിന്റെ എവിടെയാണെന്ന് വിചാരിക്കുക, നമ്മൾ നടന്നു പോകുന്നതായിട്ട് എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നോവും. അപ്പൊ നമ്മൾ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം നമ്മുടെ അറിയാതെ നമ്മൾ നടന്നപ്പോൾ തട്ടി, നമുക്ക് അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും അവയർ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യുമ്പോഴും നമുക്കറിയാതെ നമ്മളുടെ ഒരു മനസ്സ് എപ്പോഴും ആ മുറിവിൽ എന്തെങ്കിലും തട്ടുന്നുണ്ടോ, ആരെങ്കിലും വന്ന് ഇടിക്കുന്നുണ്ടോ, ഇതിനെപ്പറ്റി നമ്മൾ എപ്പോഴും ബോധവാനായിരിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് രാവിലെയും വൈകിട്ടും അഷ്ടാംഗമാർഗം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് തനിയെ അയാൾ എന്ത് ചെയ്യുമ്പോഴും അയാളുടെ ശരീരത്തുണ്ടാവുന്ന
വൈബ്രേഷൻസ്, സെൻസേഷൻസ് അയാൾ എന്ത് ചെയ്യുമ്പോഴും അയാൾക്കത് കിട്ടും. അതിനെപ്പറ്റി അയാൾ എപ്പോഴും ഒരു അവയർനെസ് അയാൾക്ക് കിട്ടും. അതാണ് പ്രജ്ഞ എന്ന് പറയുന്നത്, പ്രത്യക്ഷ ജ്ഞാനം. അതായത് മൊമെന്റ് പ്രത്യക്ഷം, അതായത് കണ്ണ് ചിമ്മുന്ന ആ മൊമെന്റിൽ, അത്രയും ചെറിയ മൊമെന്റിൽ പോലും എൻ്റെ ശരീരത്തിൽ നടക്കുന്ന ചേഞ്ചസ്, എൻ്റെ ശരീരത്തിൽ നടക്കുന്ന വൈബ്രേഷൻസ് പ്രത്യക്ഷ ജ്ഞാനം, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് യഥാഭൂത ജ്ഞാനദർശന എന്ന് പറയുന്നത്. അതായത് യഥാഭൂതം ഭവിച്ചുകൊണ്ടിരിക്കുന്ന, ബോഡിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെ പറ്റിയുള്ള ജ്ഞാനദർശനം, അതായത് അതിനെ അറിയാനുള്ള ഒരു കഴിവ്, അത് നമുക്ക് സ്വായത്തമാകും തനിയെ. അത് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് കിട്ടും. അത് കിട്ടുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സെൻസേഷനെ അപ്പം തന്നെ അയാൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കൊരു സാധനം കണ്ടു, എനിക്ക് എന്നെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു സാധനം കിട്ടി. ഇപ്പൊ നമുക്ക് ചില സമയത്ത് നമ്മൾ കാണാറുണ്ട്, നമ്മൾ ചില കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ചില കാരണവന്മാര് ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരു കളർ ഷാപ്പ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വണ്ടി ഒന്ന് നിർത്തിക്കുക, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയും. നമ്മൾ കല്യാണ ബസ്സായിരിക്കും, അതിനൊന്ന് ഇറങ്ങണമെന്ന് പറയും. അവരവിടെ ഒന്ന് കയറിയിട്ട് ഒരു 100 അടിച്ചിട്ട് അവർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരത്തുള്ളൂ. കാര്യം അവർക്കത് കണ്ടു കഴിഞ്ഞു, ഉടനെ തന്നെ ഈ സാധനത്തോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, ശരീരത്തിൽ ഒരു സെൻസേഷൻ ഉണ്ടായി, എനിക്കത് വേണമെന്ന് തോന്നി, അവിടെ ഇറങ്ങാൻ പറയണു, അവിടെ ഇറങ്ങുന്നു, കഴിക്കുന്നു. ഇത് പകരം ഇത് അറിയാവുന്ന ഒരാളാണെങ്കിൽ, ബോഡിയിൽ സെൻസേഷൻ ഉണ്ടാവുന്ന ഒരാളാണെങ്കിൽ, അയാളത് കാണുന്നു, അയാളുടെ ശരീരത്തിൽ സെൻസേഷൻ ഉണ്ടാവുന്നു. ആ സെൻസേഷൻ ഉണ്ടാവുന്നത് തന്നെ ഇയാൾക്ക് തന്നെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇയാളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഓരോ സെൻസേഷനും ഇയാൾക്ക് സ്വയം അതിലേക്ക് ഒരു അവയർനെസ് കിട്ടുന്നുണ്ടെങ്കിൽ, അത് വരട്ടെ, അത് കയറി പീക്കിലേക്ക് എത്തട്ടെ, അത് തനിയെ മാഞ്ഞു പോട്ടെ. അതുവരെ അയാൾക്ക് നിൽക്കാൻ ഒരു പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ ശീലത്തിൽ നിന്ന് മുക്തനാവുകയാണ്. പിന്നീട് അയാളുടെ തിരിച്ചുള്ള യാത്ര തുടങ്ങുകയാണ്. അഡിക്ഷനിൽ നിന്ന് തിരിച്ച് അതിനകത്തു നിന്നുള്ള മുക്തി, അതിനകത്തു നിന്നുള്ള വിടുതൽ, അതിനകത്തു നിന്നുള്ള റിലീസിങ്ങിലേക്ക് അയാൾ പോവുകയാണ്. അതായത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഹാബിറ്റ് എന്താണ്? കണ്ടു, ഇഷ്ടപ്പെട്ടു, സെൻസേഷൻ വന്നു, ഉടനെ അത് വേണം എന്ന് പറയുന്നു, അതിലേക്ക് പോകുന്നു. അതിന് പകരം അത് വരുന്നു, ആ സെൻസേഷനെ തന്നെ പണ്ട് ഇഷ്ടം കാണിച്ചതിനെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. നേരത്തെ ഒക്കെ എപ്പോഴാണ് സെൻസേഷൻ വരുന്നു, ഉടനെ എന്നോട് ഇഷ്ടം കാണിക്കുന്നു, ആ സംഗതിയെ ഞാൻ കരസ്ഥമാക്കുന്നു, അത് ഉപയോഗപ്പെടുത്തുന്നു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? സെൻസേഷൻ വരുന്ന ഉടനെ തന്നെ ഞാൻ അതിനെപ്പറ്റി അവെയർ ആവുന്നു, അതിനോട് ഞാൻ ഇക്വാനിമിറ്റി, അതിനോട് ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കുന്നില്ല, അത് തനിയെ വന്നു പോട്ടെ. ആ സെൻസേഷൻ വരുന്നു, അത് തനിയെ മാഞ്ഞു പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ആള് പിന്നെയും പഴയപടി കൂളാണ്, അയാൾ അതിനോട് ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കുന്നില്ല. അപ്പൊ അയാൾക്ക് മനസ്സിലാവുന്നു, എന്റെ ശരീരം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഈ സെൻസേഷൻസ് എല്ലാം അനിത്യമാണ്, അനിച്ച, അല്ലെങ്കിൽ പാലിയിലാണ് അനിച്ചാവത സംഖാര ഉപ്പാദവയധമ്മിനോ എന്നാ പറയുന്നത്. അതായത് ഈ പറയുന്ന സംഖാരങ്ങൾ, അല്ലെങ്കിൽ ഈ സംസ്കാരങ്ങൾ, അല്ലെങ്കിൽ ഈ ഹാബിറ്റുകൾ, മെന്റൽ ഹാബിറ്റുകളെല്ലാം അനിത്യമാണ്, അനിച്ചാവത സംഖാര. ഉപ്പാദവ്യയധമ്മിനോ, ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉൽപാദനം നടക്കുന്നു, വ്യയമാകുന്നു. അതായത് വരുന്നു, എറൈസിങ് ആൻഡ് പാസിങ് അവേ, ധമ്മിനോ. ഇതാണ് ധമ്മമായിട്ട് വരുന്നത്, ഇതാണ് നാച്ചുറൽ ലോ. ഇങ്ങനെയാണ് എന്റെ പ്രകൃതം വർക്ക് ചെയ്യുന്നത്. ഓരോന്നും സംഭവിക്കുന്നു, അത് അതിന്റെ വീക്കിലേക്ക് എത്തുന്നു, തനിയെ മാഞ്ഞു പോകുന്നു. ഏത് സെൻസേഷനും ഈ ഒരു സ്വഭാവമുണ്ട്. വാട്ട് എവർ ഈസ് എറൈസിങ് വിൽ പാസ് അവേ. എന്തുണ്ടാകുന്നതും അത് പാസ്സായി, അത് പാസ് ഓൺ ആയി പോകും, അല്ലെങ്കിൽ അത് ഇല്ലാണ്ടായി പോകും. ഇതാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ ഒരു ധമ്മം. നത്തിങ് ഈസ് പെർമനന്റ്, എവരിതിങ് ഈസ് ഇംപെർമനന്റ്. നമ്മുടെ ശരീരത്തിനകത്തും എല്ലാം ഇംപെർമനന്റ് ആയി പോകുന്നു. അതിനോട് ഇഷ്ടവും അനിഷ്ടവും കാണിക്കേണ്ട കാര്യമില്ല, തനിയെ അത് മാഞ്ഞു പോകും. അത് പലതവണയായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനോട് ആ ഇഷ്ടം കാണിച്ച് അതിനെ കരസ്ഥമാക്കുന്നതിന് പകരം ആ സെൻസേഷൻ വരുന്നതിനെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അത് തിരിച്ചതിന് മാഞ്ഞു പോകുന്നിടം വരെ നമ്മൾ ആ സെൻസേഷനെ വാച്ച് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇയാളുടെ തിരിച്ചുള്ള യാത്ര തുടങ്ങുകയാണ്, അഡിക്ഷനിൽ നിന്ന് മുക്തനായി തുടങ്ങുകയാണ്. ഇത് ഇയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ആ വ്യക്തിക്ക് മാത്രമേ അവനവന്റെ സെൻസേഷൻ അറിയാൻ പറ്റുള്ളൂ, അവനവന് മാത്രമേ ആ സെൻസേഷനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനോട് ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കാതെ ഉപേക്ഷ, അല്ലെങ്കിൽ ഇക്വാനിമിറ്റി, അല്ലെങ്കിൽ ഇതിനോട് ഇഷ്ടം അനിഷ്ടം കാണിക്കാതെ അതിനെ സമമനസ്സോടുകൂടി അതിനെ കണ്ട് അതങ്ങ് പോട്ടെ. നമുക്ക് സെൻസേഷൻ വന്നു,
സെൻസേഷൻ വന്നു കഴിഞ്ഞാൽ അതിനോട് ഇഷ്ടം കാണിക്കാതെ അത് തന്നെ ശരീരത്തിൽ നിന്ന് മാഞ്ഞു പോട്ടെ എന്ന നിലപാടെടുത്തുകൊണ്ട് അതിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പോയി സ്വന്തം മനസ്സിനെ സ്വയമായിട്ട് തന്നെ കറക്റ്റ് ചെയ്ത് മനസ്സിനകത്തുണ്ടായിരുന്ന തെറ്റായ ഹാബിറ്റുകളെ, തെറ്റായ ശീലങ്ങളെ, അതായത് ഓരോ സെൻസേഷനും അനുസരിച്ച് ഞാൻ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ശീലങ്ങളെ എനിക്ക് മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനായിട്ട് തന്നെ കറക്റ്റ് ചെയ്യുകയും എൻ്റെ സബ് കോൺഷ്യസിനെ ഞാൻ തന്നെത്താൻ കറക്റ്റ് ചെയ്ത് ഞാൻ മറ്റൊരു വ്യക്തിയായി മാറുകയാണ്. എൻ്റെ മെന്റൽ ഹാബിറ്റുകളാണ് എൻ്റെ സ്വഭാവം രൂപപ്പെടുത്തിയത്. എൻ്റെ മെന്റൽ ഹാബിറ്റുകൾ മാറ്റുമ്പം എൻ്റെ സ്വഭാവം തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതാണ് കൾട്ടിവേഷൻ ഓഫ് മൈൻഡ്. മൈൻഡിനെ സംസ്കരിച്ചെടുക്കുകയാണ്. ഇതാണ് ബാബാ സാഹബ് പറഞ്ഞത്, കൾട്ടിവേഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. നമ്മൾ ജീവിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ നമ്മുടെ ഈ പറയുന്ന തെറ്റായ ശീലങ്ങളെ മാറ്റിയെടുത്ത് നല്ലൊരു വ്യക്തിയാവുക എന്നുള്ളതാണ്. അതിനാണ് ബുദ്ധന്റെ ധമ്മത്തെ ആശ്രയിക്കാൻ പറഞ്ഞത്. ഇത് മറ്റൊരു മതങ്ങളും നമ്മളോട് എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങേണ്ടതെന്ന് പഠിപ്പിക്കുന്നില്ല. എങ്ങനെ അവനവന്റെ സ്വന്തം മനസ്സിന്റെ സബ് കോൺഷ്യസിനായിട്ട് പോയിട്ട് അവനവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശീലങ്ങളെ എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് മറ്റൊരു മതവും പഠിപ്പിക്കുന്നില്ല. ഇത് പ്രാക്ടിക്കൽ മതമാണ്. മറ്റതൊക്കെ ഓരോ വിശ്വാസവും സങ്കല്പവുമായിട്ട് ഇങ്ങനെ കിടന്ന് ചുറ്റിത്തിരിയുകയാണ്. ഇവിടെ അതല്ല. ഒരു വ്യക്തി എങ്ങനെയാണോ അവന്റെ ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്തത്, അവന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന സെൻസേഷനെ ആസ്പദമാക്കിയാണ് അവൻ ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്തത്. അവിടെ ആ പോയിന്റിൽ തന്നെയാണ് കറക്ഷനും അപ്ലൈ ചെയ്യുന്നത്. ആ മെന്റൽ ഹാബിറ്റ്, ആ സെൻസേഷൻസ് ഉണ്ടാവുന്നതിനെ നമ്മൾ ഇഷ്ടവും അനിഷ്ടവും ഇല്ലാതെ അതിനെ പാസ് ഓൺ ചെയ്യാൻ അനുവദിക്കുക. അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കലായിട്ട് അവനവൻ തന്നെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. പ്യുവർ സയൻസ് ആണ്. ഇതിനകത്ത് അന്ധവിശ്വാസമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബുദ്ധ വാസ് ദി അൾട്ടിമേറ്റ്, എന്താ പറയാ, ഒരു സൈക്കോളജിക്കൽ സയന്റിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത്. മനുഷ്യന്റെ സ്വയം ഉള്ളറകളിലേക്ക് സ്വയം ഇറങ്ങി അവൻ എങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ള ടെക്നിക്ക് പഠിപ്പിച്ചു തരിക ചെയ്തത്. അവനായിട്ട് അടിമപ്പെട്ട് പോയ അവന്റെ ശീലങ്ങളിൽ നിന്ന് അവൻ തന്നെ സ്വയം എങ്ങനെയാണ് മുക്തനാവേണ്ടതെന്നുള്ളത് പഠിപ്പിച്ചു തരികയാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്താണ്? നമ്മൾ ഓരോരുത്തരും ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ സെൻസേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള കണ്ടെത്തലാണ്. അതാണ് ഏറ്റവും കീ വേർഡ്, കീ സെന്റൻസ്, കീ പോയിന്റ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് മറ്റാർക്കും കണ്ടെത്താൻ പറ്റിയില്ല. നമ്മൾ ബലമായിട്ടല്ല ഓരോ കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത്. എനിക്കത് വേണ്ട, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞാലും മനസ്സ് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പലർക്കും നിയന്ത്രണം തെറ്റിപ്പോണത്. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ തന്നെ ആ സബ് കോൺഷ്യസിന്റെ ഹാബിറ്റിനെ തന്നെ നമ്മൾ മാറ്റിയെടുക്കുക ചെയ്യും. ബലമായിട്ടല്ല. വന്നോട്ടെ, സെൻസേഷൻ വരട്ടെ. സെൻസേഷൻ വരുന്നു, ഞാൻ അതിനെ ഒബ്സർവ് ചെയ്യുന്നു, അത് തന്നെത്താൻ മാറുന്നു, തന്നെത്താൻ പോകുന്നു. ഒരാൾ എൻ്റെ അടുക്കൽ ആർഗ്യൂ ചെയ്യുന്നു, ആർഗ്യുമെന്റ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഒരു വൃത്തികേട് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു. ഉടനെ ഞാൻ അവനെ എടുത്ത് എനിക്ക് അവനോട് പറഞ്ഞ ഉടനെ ചൂടായിട്ട് എനിക്ക് തിരിച്ച് മറുപടി പറയണം. കാരണം നമ്മൾ അറിയാതെ നമ്മുടെ പെരുവരലിൽ നിന്ന് ഇങ്ങനെ പെരുത്ത് കയറി നിൽക്കുകയാണ് നമ്മൾ. ഉടനെ നമ്മൾ ആ ഒരു സെൻസേഷൻ അടിസ്ഥാനമായിട്ട് നമ്മൾ വിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുന്നു. അതിന് പകരം നമുക്ക് അവിടെ ചെയ്യേണ്ടത്, നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു. യെസ്, എൻ്റെ ശരീരത്ത് ഒരു ദേഷ്യത്തിന്റെ ഒരു വൈബ്രേഷൻ വന്നിട്ടുണ്ട്. യെസ്, എൻ്റെ കാലിൽ തരിപ്പുണ്ട്, കയ്യെ തരിപ്പുണ്ട്, അല്ലെങ്കിൽ അതെന്താണെന്ന് നോക്കുന്നു, അത് തന്നെത്താൻ പാസ് ഓൺ ചെയ്യുന്നു. ഞാൻ കൂളായിട്ട് നിന്നിട്ട് യെസ്, അവിടെ എന്താണ് കൃത്യമായ ഒരു പരിഹാരം ചെയ്യേണ്ടത്, തണുത്ത മനസ്സോടെ കൃത്യമായ ഒരു പരിഹാരം അവിടെ ചെയ്യാണ്. അതിനാണ് റിയാക്ഷന് പകരം നമ്മൾ റെസ്പോണ്ടിങ് വിത്ത് വിസ്ഡം എന്ന് പറയുന്നത്. നമ്മൾ റെസ്പോണ്ടാ ചെയ്യുന്നത് അവിടെ വിത്ത് വിസ്ഡം. എന്താണ് വിസ്ഡം? ബുദ്ധി, ബോധം, അല്ലെങ്കിൽ നമ്മുടെ പ്രജ്ഞയോടുകൂടി. അതായത് നമുക്കറിയാം, നമ്മുടെ ശരീരത്തുണ്ടായ സെൻസേഷനെ നമ്മൾ പാസ് ഓൺ ചെയ്യാൻ അനുവദിച്ചു. മനസ്സ് വീണ്ടും കൂളായി. ആ കൂളായ മനസ്സുകൊണ്ട് നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ട കൃത്യമായ പരിഹാരം ചെയ്യും. ഇതാണ് നമ്മളുടെ ഇതിനെ സോൾവ് ചെയ്യാനുള്ള മാർഗം. ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ല അഡിക്ഷനെ നേരിടാൻ. അഡിക്ഷൻ ഉണ്ടാക്കി വെച്ചത് അവനവനാണ്. അത് മാറ്റേണ്ടതും അവനവനാണ്. അവനത് എങ്ങനെ മാറ്റണം? അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ സബ് കോൺഷ്യസിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശീലത്തിന്റെ ലെവലിലേക്ക് അവൻ തന്നെ ഇറങ്ങി ചെന്നിട്ട്
ആ സെൻസേഷനെ ഒബ്സർവ് ചെയ്യുക, ഇഷ്ടാനിഷ്ടം കാണിക്കാതെ ഉപേക്ഷ, ഈക്വാനിമിറ്റി, അവെയർ ആവണം. അവെയർ ആവാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അവയർനെസ് കിട്ടും. എപ്പം എന്ത് സെൻസേഷൻ ബോഡിയുടെ ഏത് കോർണറിൽ ഉണ്ടായാലും നമുക്ക് അപ്പം പിടുത്തം കിട്ടും. പണ്ടങ്ങനെയല്ല, നമ്മൾ അതിനെപ്പറ്റി ബ്ലൈൻഡാ. നമ്മൾ ഫുൾ ടൈം നമ്മുടെ ചിന്ത, നമ്മുടെ ശരീരത്തിൽ എന്ത് സെൻസേഷൻ ഉണ്ടാകും നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ അതല്ല, നമ്മൾ ബ്ലൈൻഡ് അല്ല, നമുക്ക് ഇൻസൈറ്റ് ഉണ്ട്, ഉൾക്കാഴ്ചയുണ്ട്, സമ്മാദിദ്ധിയുണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. പ്രത്യക്ഷ ജ്ഞാനമുണ്ട്, പ്രജ്ഞയുണ്ട്. അത് കിട്ടുന്ന ഒരാൾക്ക് അയാളുടെ മനസ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം അയാൾ ശരീരത്തിൽ എന്ത് സെൻസേഷൻ വന്നു കഴിഞ്ഞാലും യെസ്, ഇന്ന സെൻസേഷൻ എന്റെ ശരീരത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, അത് വരട്ടെ, അത് അതിന്റെ പീക്കിലേക്ക് എത്തട്ടെ, എവിടെയാണത് ഉള്ളത്, എവിടെയാണത് കൂടി നിൽക്കുന്നത്, ഒക്കെ കുറയുന്നു. ജസ്റ്റ് അത് മാറിക്കഴിയുമ്പോൾ അയാൾ ഫ്രീയാ. അയാൾ ആ ഹാബിറ്റിലേക്ക് പോകുന്നില്ല. അയാളുടെ പഴയ ഹാബിറ്റുകൾ കറക്റ്റ് ചെയ്യാണ്, അൺലേൺ ചെയ്യാണ്, കറക്റ്റ് ചെയ്യാണ്. തെറ്റായ ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്തു, അയാൾ അതിനെ കറക്റ്റ് ചെയ്യാണ്. ഇത് അയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ലോകത്ത് കൊടുക്കുന്ന ഏക ദർശനം എന്ന് പറയുന്നത് അഷ്ടാംഗമാർഗമാണ്, ബൗദ്ധ ദർശനമാണ്, ധമ്മയാണ്. മറ്റെല്ലാവരും പകച്ച് നിസ്സഹാരായി എല്ലാ മതങ്ങളും മുകളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, ദൈവങ്ങളും എല്ലാം അന്താളിച്ച് നിൽക്കുമ്പോൾ, നമുക്ക് വ്യക്തമായ ഇതിനുള്ള ഒരു പ്രാക്ടിക്കൽ സയന്റിഫിക് സൊല്യൂഷൻ ഉണ്ട്. ഇത് തന്നെയാണ് അതിന്റെ സൊല്യൂഷൻ. കാര്യം ഇങ്ങനെ തന്നെയാണ് നമ്മളുടെ ഈ സ്വഭാവ രൂപീകരിക്കപ്പെട്ടത്, രൂപം കൊണ്ടത്. അതിന് കൃത്യമായ പരിഹാരം തന്നെ, അതിന്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്കൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുന്നത്. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമതിനെ ജയ് ശ്രീറാം വിളിക്കുക, ഓരോരുത്തരെ പോയി തല്ലുകയും പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഇന്ത്യ ഉണ്ടാവില്ല. ഒരിക്കലും നല്ല ഇന്ത്യ ഉണ്ടാകാൻ പോകുന്നില്ല. ആൾക്കാരെ ഓരോന്നിനും ഓരോ കാര്യത്തിന് അകറ്റുകയും വെറുക്കുകയും പരസ്പരം വിദ്വേഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് എന്ത് ഫിലോസഫിയാണിത് ഈ ലോകത്ത്, ഈ ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് ഇന്ത്യ ഒരു കാലത്ത് ഒരു നല്ല ക്രിയേറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകാത്തത്. എന്തെങ്കിലും ഒരു നല്ല കണ്ടുപിടുത്തം ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ടോ? ആൾക്കാർക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. ഒരു ക്രിയേറ്റീവ് ആയിട്ടൊരു കാര്യം ഇന്ത്യ നടക്കുന്നില്ല. മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള അവന്റെ ചിന്താശക്തിയെ ഉണ്ടാക്കിയെടുക്കാനോ ഡെവലപ്പ് ചെയ്യാനോ പറ്റുന്നില്ല. തെറ്റായ ഓരോ കാര്യങ്ങളിൽ കുഞ്ഞു പിള്ളേരെ തന്നെ അതിനകത്തോട്ട് എടുത്തിടുകയാണ്. ബൗദ്ധ ദർശനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതമല്ല. ഇത് എല്ലാവർക്കും പാലിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇതാണ് മതമെങ്കിൽ മറ്റൊന്നും മതമല്ല. ഏതിനെയാണ് നിങ്ങൾ മതം എന്നുള്ളത് സ്വീകരിക്കുന്നത് ആശ്രയിച്ചിരിക്കും. ബാബാസാഹബ് പറഞ്ഞത് ഇതാണ്, ഞാൻ എന്താണ് മനുഷ്യന് സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യം കൊടുക്കുന്നത്, അതിനെ മാത്രം ഞാൻ മതമായിട്ട് കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അഡിക്ഷൻ ഉണ്ടാവുന്നതിനെ സോൾവ് ചെയ്യേണ്ടത് അവനവൻ തന്നെയാണ്. അവനവൻ അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനവൻ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതേ പ്രോസസ്സിനെ കറക്റ്റ് ചെയ്യണം, അതേ പ്രോസസ്സിനെ തിരിച്ച് ചെയ്യണം, ഓപ്പോസിറ്റ് ട്രാക്കിലൂടെ അതിനെ കറക്റ്റ് ചെയ്യണം. അതിന് അവനവന്റെ ശരീരത്തിലുള്ള സെൻസേഷനെ എപ്പോഴും അറിയാൻ പറ്റുന്ന ഒരു കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ സെൻസേഷൻ വരുമ്പോഴും അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശീലങ്ങളെ അവന് മാറ്റിയെടുക്കാൻ പറ്റും. അത് പലതവണ അതിനോട് അനിഷ്ടവും കാണിക്കാതെ സ്ഥിരമായിട്ട് അതിന് നമ്മൾ എപ്പോഴും നമ്മൾ ആ രീതി നമ്മൾ അവലംബിച്ച് കഴിയുമ്പോൾ മനസ്സ് ഹാബിറ്റ് മാറ്റി കഴിയും. ആ പഴയ റോങ് ഹാബിറ്റ് മാറ്റി കറക്റ്റായിട്ട് അതിനെ മാറ്റുന്ന ഒരു ഹാബിറ്റിലേക്ക് വരും. അങ്ങനെയാണ് മനസ്സിനകത്തെ ഹാബിറ്റുകൾ മാറ്റി ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്ത് സമ്മാസംബുദ്ധയാവുന്നത്. അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് പോകാൻ ഒരു മെന്റൽ ഹാബിറ്റും ഇല്ല അദ്ദേഹത്തിന്. പൂർണ്ണമായിട്ടും ജാഗ്രതാവസ്ഥയിൽ, ഫുള്ളി കോൺഷ്യസ്, ഫുള്ളി പ്രസന്റ്, ഫുള്ളി പെർഫെക്റ്റ് ആയിട്ടൊരു മനുഷ്യനായി മാറുന്ന അങ്ങനെയാണ്, അർഹതനാവുന്ന അങ്ങനെയാണ്. അപ്പോ നമ്മുടെ ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായ അഡിക്ഷനെ പോലും നമ്മുടെ ഈ ദർശനത്തിനാണ് മാറ്റാനുള്ള കഴിവുള്ളത്. നമ്മുടെ ഈ ദർശനത്തിന് മാത്രമേ മാറ്റാനുള്ള കഴിവുള്ളൂ. അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് ഇതേ കാര്യങ്ങൾ അവർ അവലംബിക്കണം. അവരിപ്പോ അത് പതുക്കെ പഠിച്ചു വരുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് ഒക്കെ സൈക്കോളജിക്കകത്ത് പതുക്കെ ചേർത്ത് തുടങ്ങുന്നുണ്ട്. പക്ഷെ മൈൻഡ്ഫുൾനെസ് അല്ല, നമ്മൾ സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങുകയാണ്. മൈൻഡ്ഫുൾനെസ് പറയുന്നത് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റിക്കകത്ത് മാത്രമുള്ള മൈൻഡ്ഫുൾനെസ്സാ. നമ്മുടെ അങ്ങനെയല്ല. അതിന്റെ അപ്പുറം പോയി നമ്മൾ തന്നെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങി നമ്മൾ തന്നെ അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു പ്രിക്കോഷൻ ഉണ്ട്. ചില ആൾക്കാർ വല്ലാതെ ക്രമാതീതമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയും അവന്റെ മനസ്സ് അവന്റെ തന്നെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കിത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല തുടക്കത്തിൽ. കാര്യം
അവൻ ഇതിനെ ഒബ്സർവ് ചെയ്ത് വരുമ്പോൾ തന്നെ സെൻസേഷൻ ഉണ്ടാവും. അവന്റെ തനതായ സ്വഭാവത്തിലേക്ക് അവൻ അറിയാതെ എടുത്തങ്ങ് എറിയപ്പെട്ടു പോകും. അവനെ വലിച്ചോണ്ടങ്ങ് പോകും. കാര്യം അവന് അതിനെ കൺട്രോൾ ചെയ്യാനോ നോക്കാനോ ഉള്ള ഒരു സാവകാശം പോലും അവന്റെ മനസ്സിലില്ല. അങ്ങനെയുള്ളവർ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ഇത് ഗുണത്തെക്കാളുള്ള ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസുകൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ സപ്പോർട്ടോട് കൂടി തുടങ്ങുക, ഒരു കൺസൾട്ടന്റിന്റെ സഹായത്തോടു കൂടി തുടങ്ങുക. തുടങ്ങി വന്നതിന് ശേഷം അവനെ ഒന്ന് കമ്പോസ്ഡ് ആക്കി, അവനെ ഒന്ന് കൂളാക്കി, മയക്കുവെടി വെക്കുന്ന പോലെ ചെറുതായിട്ട് അവനെ ഒന്ന് ട്രാങ്ക്വിൽ ആക്കിയതിന് ശേഷം ഈ പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്യണം. കാര്യം ഈ കറക്ഷൻ അവന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരാൾക്കും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവനെ ആ വല്ലാത്ത അതിവൈകാരികതയുടെ അവസ്ഥയിൽ നിന്ന് അവനെ ഒന്ന് മെഡിക്കലി മാറ്റിയതിന് ശേഷവും ഈ പ്രോസസ്സ് അഷ്ടാംഗമാർഗം തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഈ വ്യക്തി പുറത്ത് കിടക്കത്തുള്ളൂ. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മുടെ പാഠ്യ പദ്ധതിയിൽ നമ്മുടെ മനസ്സിനെ പറ്റിയും മനസ്സിന്റെ പ്രവർത്തനത്തെ പറ്റിയും പഠിക്കാനുള്ള അഷ്ടാംഗ മാർഗത്തെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ചെറുപ്പം തൊട്ടേ അത് വേണം എന്നുള്ളതാണ്. കാര്യം ഒരു വ്യക്തി ജീവിക്കുന്നത് അവന്റെ ശരീരവും മനസ്സുമായിട്ടാണ് അവൻ ജീവിക്കാൻ പോകുന്നത്. മരണം വരെ ജീവിക്കുന്നത് ഈ ഒരു എക്യുപ്മെന്റുമായിട്ടാണ്, ഈ ഒരു ഉപകരണമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനകത്ത് അവന്റെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാതെ നമ്മൾ ഈ ഉപകരണം എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്? തെറ്റായിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. തെറ്റായ ശീലങ്ങളും ഹാബിറ്റുകളും ഉണ്ടാക്കി കൊടുക്കുവാണ്. നമ്മൾ ഏതൊരു ഉപകരണം വാങ്ങുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് മാനുവൽ കിട്ടും. ആ വർക്കിംഗ് മാനുവലിനകത്ത് പറയുന്നുണ്ട്, റീഡ് ദി ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ബിഫോർ യൂസിങ് ദിസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ തെറ്റായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഉപകരണം കേടുവരും. ഇതുപോലെ തന്നെയാണ് നമ്മുടെയും പ്രശ്നം. ഇത് നമ്മളോട് എങ്ങനെയാണ്, നമ്മുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആരും പഠിപ്പിച്ചു തരുന്നില്ല. അശോകന്റെ കാലം വരെ നമ്മൾ പഠിപ്പിച്ചു ഇന്ത്യയിൽ. അതുകൊണ്ട് ആൾക്കാർ നന്നായിട്ട് ജീവിച്ചു. കള്ളമില്ല, ചതിയില്ല, പൊളിവചനമില്ലാതെ ജീവിച്ചു. പക്ഷേ അതിനുശേഷം ആ പഠനം ഇന്ത്യയിൽ നിന്ന് പോയി. ആൾക്കാരുടെ മാനസിക നില അമ്പേ തകരാറിലായി പോയി. കാര്യം എന്താണ്? ഇതിനകത്ത് ദൈവമോ ആരാധനയോ പൂജയോ വഴിപാടോ ഇല്ല. അവനവന്റെ മനസ്സിന്റെ സന്തോഷത്തിനെയും സമാധാനത്തിനെയും അവനവൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നീ നിന്റെ ബുദ്ധനാവുക, നീ നിന്റെ റെഫ്യൂജ് ആവുക, നീ നിന്റെ അഭയമാവുക, നീ സ്വയം ഒരു ദ്വീപാവുക, നീ നിന്റെ സംരക്ഷണം, നിന്റെ പ്രൊട്ടക്ഷൻ, നിന്റെ ആശ്രയം ധമ്മം മാത്രമാക്കുക. ധമ്മ ശരണം ന അന്യശരണം. മറ്റൊന്നിനെ ആശ്രയിക്കാതിരിക്കുക. ധമ്മത്തെ മാത്രം ആശ്രയിക്കുക. പ്രപഞ്ച നിയമത്തെ മാത്രം ആശ്രയിക്കുക. ഈ നിയമം നിന്റെ ഉള്ളിൽ എങ്ങനെയാണോ ഉള്ളത് നീ പഠിക്കുക. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും അവനവൻ സ്വയം ഇൻഡിപെൻഡന്റ് ആവും. ആശ്രയിക്കത്തില്ല. അവനവന്റെ മനസ്സിന്റെ കാര്യങ്ങളെ അവനവൻ തന്നെ മാനേജ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുരോഹിതന്മാരുടെ കച്ചവടം നടക്കത്തില്ല. അതെല്ലാ മതക്കാരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്വയം ആശ്രയിക്കുന്ന ഒരവസ്ഥയിൽ വന്ന ഓരോരുത്തർ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ അവനവന്റെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പൗരോഹിത്യവും ആളെ പറ്റിക്കുന്ന പരിപാടി പിന്നെ ആർക്കും കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരോടും കൂടി ഇതിനെ കുഴിച്ചുമൂടി. ആരും ഇത് രണ്ടാമത് പഠിപ്പിക്കുന്ന കാര്യമോ ഇത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്ന കാര്യമോ പഠിപ്പിക്കുന്നില്ല. ഇത് പഠിപ്പിച്ചിരുന്നെങ്കിൽ അവനവന്റെ ഓരോ മനസ്സിനകത്ത് ഇഷ്ടം അനിഷ്ടം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, എനിക്ക് ഓരോന്നിനോട് താല്പര്യം തോന്നുന്നത് എങ്ങനെയാണ്, എനിക്ക് എന്റെ മനസ്സിനകത്ത് ആസക്തി ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ഒരു കുട്ടിക്ക് മനസ്സിലായിരുന്നെങ്കിൽ എത്രയോ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സോൾവ് ആയി പോയേനെ. ഞാൻ ഇതിനെ പുറകെ നടന്നാൽ എനിക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാവുന്നില്ല. അടിവശമില്ലാത്തൊരു കിണർ പോലെ ഞാൻ എപ്പോഴും ഇതിന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാവുന്നില്ല. ഞാൻ എന്റെ അടിമ ആയിക്കൊണ്ടേ ഇരിക്കുള്ളൂ എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയായിരുന്നെങ്കിൽ ഈ അധികം പൈസ ഉണ്ടാക്കി മറ്റുള്ളവരുടെ പൈസയും കൂടെ അടിച്ചെടുത്ത് സ്വന്തമായിട്ട് മാറ്റിയെടുക്കുന്ന ഇത്തരം മുതലാളിത്തവും ക്യാപിറ്റലിസവും ഒക്കെ ഉണ്ടാവാതെ മനുഷ്യന് ഒരു ബാലൻസ്ഡ് ആയിട്ട് പരസ്പരം ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവരെ കൊടുത്തും സഹായിച്ചും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടായി മാറിയേനെ. ലോകത്തെങ്ങും ഇല്ലിപ്പോ അത്. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവനവന്റെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ മനസ്സിന്റെ പ്രവർത്തനത്തിനകത്ത് എങ്ങനെയാണ് എനിക്ക് ഇഷ്ടം അനിഷ്ടം ഉണ്ടാകുന്നത്, ഞാൻ ഓരോന്നിനോടും ആസക്തനാവുന്നത് എങ്ങനെയാണ്, ഓരോന്നിനും അഡിക്റ്റ് ആവുന്നത് എങ്ങനെയാണ്. അതേസമയം ആൾക്കാരെ സഹായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സംതൃപ്തി എങ്ങനെയാണ്, അതിന് ഉതകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ മനസ്സിനെ തന്നെ അവൻ പഠിക്കും. അതില്ലാത്തതിന്റെ ഒരു വലിയ പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. അതിപ്പോ പേരൻസിനും അറിയത്തില്ല, കുട്ടികൾക്കും അറിയത്തില്ല.
ഇത് പേരൻസിന് അറിയാവുന്നതാണെങ്കിലല്ല കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അധ്യാപകർക്കും അറിയത്തില്ല. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു കാര്യം മറ്റാരും പഠിപ്പിക്കുന്നില്ലെങ്കിലും നമ്മൾക്കത് പഠിപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. അതിന് ചരിത്രപരമായ കടമയുണ്ട്. ബാബാ സാഹിബിന്റെ പിന്തുടർച്ചക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് അതിന് ചരിത്രപരമായ ബാധ്യതയുണ്ട്. ഇന്ത്യ നന്നാവുക എന്ന് പറയുന്നത് നമുക്ക് മാത്രമാണ് ആവശ്യം. ഇന്ത്യയെ കുത്തി കവർന്ന് ഇവിടുന്ന് സംഭവങ്ങൾ എടുത്തുകൊണ്ട് പോയി പൈസ എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ പോയി സെറ്റിൽ ചെയ്യുന്ന വിജയ് മല്യമാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ സുശീൽ മോദിമാർക്കോ അല്ലെങ്കിൽ മുകുൾ ചോക്സിമാർക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. അവരൊടത്തെ സംഭവം ഊറ്റിയെടുത്ത് അടുത്തതിലേക്ക് പോകും. അതൊക്കെ അതിന്റെ ആവശ്യമില്ല. ഈ രാജ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കാണ് വേദന ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇത് ഓരോരുത്തരും പഠിക്കുകയും അത് ചരിത്രമായി ഇപ്പം അഡിക്ഷനെ പറ്റി അല്ലെങ്കിൽ പോലും നമ്മളുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സോഷ്യൽ ഫിലോസഫി ആയ ചൂഷണത്തിന്റെ തത്വശാസ്ത്രമായ ഹിന്ദു മതത്തിനെ അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തിനെ മാറ്റി ഇതിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം ബാബാ സാഹേബ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഇത് നമ്മളുടെ കടമയായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇത് പഠിക്കുകയും വേണം. ഈ പറയുന്ന അഷ്ടാംഗമാർഗം പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും നമ്മുടെ കുടുംബങ്ങളിൽ അത് എത്തിക്കുകയും അത് പൊതുസമൂഹത്തിലേക്ക് ഒരു എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാതെ ഒരു പോംവഴി ഇല്ലാതെ ഇങ്ങനെ സ്റ്റണ്ട് ആയിട്ട് ആൾക്കാർ നിൽക്കുമ്പോൾ ഇതാ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് കൃത്യമായി ഇതിനുള്ള നിങ്ങൾ എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ ഒരു പഠന പദ്ധതി ഉണ്ട്, പരിഹാരം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചെടുക്കേണ്ടത് നമ്മളുടെ കടമയാണ്. ഇതിന് മതമില്ല, ഇതിനകത്ത് ആരാധനയില്ല, ആർക്കും ചെയ്യാവുന്നതാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അവനവന്റെ മനസ്സുണ്ട്, അവനവന്റെ ശരീരത്തിൽ സെൻസേഷൻ ഉണ്ട്. അതിനെ കറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഏതൊരു മതത്തിലുള്ളവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ശ്വാസത്തെ ശ്രദ്ധിക്കുക, മനസ്സിനെ കോൺസെൻട്രേറ്റഡ് ആക്കുക, സെൻസേഷന്റെ ലെവലിലേക്ക് ഇറങ്ങുക, അവിടെ വെച്ച് കറക്ഷൻ നടത്തുക. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അത് നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പം അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഇതിനുള്ള സൊല്യൂഷൻ ഇത് തന്നെയാണ്. ആ സൊല്യൂഷൻ നമ്മൾ ഓരോരുത്തരും ചെയ്യണം. പഞ്ചശീല തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കാര്യം ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു വ്യക്തിക്കാണ് മനസ്സിലാവുന്നത് ഈ 5 കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് എൻ്റെ മനസ്സിനെ മലിനമാക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് പ്രിസ്ക്രൈബ് ചെയ്തത്. ഇത് അറിഞ്ഞിട്ടായാലും അറിയാതെയാണെങ്കിലും നിങ്ങൾ പഞ്ചശീല തത്വങ്ങൾ നിങ്ങൾ അങ്ങ് പാലിക്കണം എന്ന് പറഞ്ഞത്. കാര്യം അദ്ദേഹത്തിന് ഇതിന്റെ മുഴുവൻ മെക്കാനിസം അറിയാം. ഇത് വർക്ക് ചെയ്യുന്നതിന്റെ ഗുട്ടൻസ് മുഴുവൻ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പരിണിത ഫലങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുന്ന എന്താണെന്നും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ആ പഞ്ചശീല തത്വങ്ങൾ നമ്മളോട് പരക്കെ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഹിന്ദു മതം അല്ലെ ബ്രാഹ്മണ മതം ഈ പഞ്ചശീലത്തിന് എതിരാണ്. ഏതെങ്കിലും ഒരാൾ മദ്യം കഴിക്കരുതെന്ന് ഹിന്ദു മതം പറയുന്നുണ്ടോ? അവിടുത്തെ ദൈവങ്ങൾ വരെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ലൈംഗികമായ അസാൻമാർഗികത്വം ചെയ്യരുത് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. കാരണം അതിനകത്ത് ദേവന്മാരും ദേവിമാരും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. നോണ പറയരുതെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അത് ചെയ്തോളാനാ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, ലക്ഷ്യം മാർഗത്തെ സ്വാധീനിക്കുന്നത് പറയുന്നത്. നിങ്ങളുടേതല്ലാത്തൊരു സാധനം നിങ്ങൾ അടിച്ചെടുക്കരുതെന്ന് പറയുന്നുണ്ടോ? ഇല്ല. എടുത്തോളാനാ പറയുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും മനുഷ്യന് ദോഷകരമായ മൂല്യങ്ങൾ മാത്രമാണ് ആ സംഗതി ഇപ്പോഴുള്ള നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഈ ബ്രാഹ്മണിക് ഫിലോസഫി ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു സമൂഹം വൃത്തികേടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പൊ അതിനെ മാറ്റുക എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ വലിയ ടാസ്ക് ആണ്. പക്ഷെ പൂർണ്ണാർത്ഥത്തിൽ നമുക്കിതിനെ നമ്മുടെ ജീവിതകാലത്ത് നമുക്കിതിന്റെ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ അതിന്റെ ഒരു വിജയം കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ആ ചെറിയ ഒരു 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 ഇൻപുട്ട് അണ്ണാർ കണ്ണലും തന്നാലായതുപോലെ നമ്മൾ ചെയ്യുക. അതിന്റെ പരിണിത ഫലം വരട്ടെ. അറ്റ്ലീസ്റ്റ് അത് നമുക്കെങ്കിലും ഗുണമായിരിക്കും, നമ്മുടെ മനസ്സിനെങ്കിലും അത് സുഖകരമായിരിക്കും. അപ്പൊ ഇതാണ് അഡിക്ഷനെ പറ്റിയുള്ള ഒരു ടോക്ക്. അഡിക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ വിശദമായി പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി കമന്റുകളോ ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.